ഗുഡ് ഗുഡ് ഈവനിങ് ഓൾ. വെൽമൈൻഡ് നടത്തുന്ന ഇമോഷണൽ റീ അലൈൻമെന്റ് എന്നുള്ള ഓൺലൈൻ കോഴ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം. അതിനെക്കുറിച്ചുള്ള സെഷനാണ് തുടങ്ങുന്നതിന് മുമ്പ്. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുകയും ഒരു സ്റ്റോറിയിലൂടെ, ഒരു സംഭവ കഥയിലൂടെ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാവരെയും ഞാൻ ആ ഒരു ചെറിയ കഥയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ. വളരെ കഷ്ടപ്പെട്ട് ജീവിതം പുലർത്തിയിരുന്ന ഒരു കുടുംബം. 2 മക്കളാണ്. മൂത്ത കുട്ടി ഒരു പെൺകുട്ടിയാണ്. അതിന്റെ പേര് ഖാദറിൻ എന്നാണ്. അനിയൻ 2 വയസ്സ് പ്രായക്കുറവാണ്. പക്ഷെ നല്ല സുഖമില്ല. തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഈ മോള് കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഒരു ദിവസം അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നമ്മൾ വളരെ പാവപ്പെട്ട കുടുംബമാണ്, ചെറിയൊരു വീടാണ്. ഇളയ കുട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ വീട് വിൽക്കേണ്ടി വരും. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്, ഒരുപാട് പൈസ ചെലവുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞു, ഒരു പക്ഷേ ഒരു മിറാക്കിൾ ഉണ്ടായാൽ മാത്രമേ അനിയൻ രക്ഷപ്പെടൂ എന്നും അച്ഛൻ അമ്മയോട് പറയുന്നത് ഈ 5 വയസ്സുള്ള കാതറിൻ കേട്ടു. അവൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. ആലോചിച്ചതിന് ശേഷം അച്ഛനും അമ്മയും പറഞ്ഞ മിറാക്കിൾ, ആ മിറാക്കിൾ എന്തായിരിക്കും? അവൾ ഓടിപ്പോയി തന്റെ സമ്പാദ്യമായ കുടുക്കയിൽ നിന്നും ആ കുടുക്ക പൊട്ടിച്ച് കുറെ നാണയത്തൊട്ടുകളുമായി അടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് അവൾ ഓടിച്ചെന്ന് നേരെ ആ മെഡിക്കൽ സ്റ്റോറിന്റെ ടേബിളിലേക്ക് തന്റെ കുടുക്കയിൽ നിന്ന് പൊട്ടിച്ച നാണയത്തൊട്ടുകൾ ആ മേശപ്പുറത്തിട്ടുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു മിറാക്കിൾ വേണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമ ഒന്നുകൂടി ചോദിച്ചു, മോളെ, അങ്ങനെ ഒരു മരുന്നില്ലല്ലോ മോളെ. ഉണ്ട്, എനിക്ക് മിറാക്കിൾ വേണം. കുട്ടി വാശി പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ മരുന്ന് കടയിലേക്ക് കയറി വന്ന മാന്യനായ ഒരു വ്യക്തി ആ കുട്ടിയുടെ തോളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോൾക്ക് എന്തിനുള്ള മിറാക്കിളാ വേണ്ടത്? എന്റെ അനിയന് വേണ്ടിയാ, എന്റെ സഹോദരന് വേണ്ടിയാണ്. അനിയൻ എന്താ കുഴപ്പം? ആ മാന്യനായ വ്യക്തി വീണ്ടും ചോദിച്ചു. അച്ഛനും അമ്മയും സംസാരിക്കുന്ന കേട്ട് തലയിൽ എന്തോ കുഴപ്പമാണ്. അച്ഛൻ പറഞ്ഞു, മിറാക്കിൾ ഉണ്ടായാലേ മാറുമെന്നും എന്റെ അനിയൻ രക്ഷപ്പെടുമെന്നും അച്ഛൻ പറയുന്നത് കേട്ടു. അദ്ദേഹം ഉടനെ തന്നെ ഈ ഖാദറിന്റെ വീട്ടിലേക്ക് പോയി. ആ മാന്യ വ്യക്തി മറ്റാരുമല്ലായിരുന്നു, ആ സിറ്റിയിലെ ഒരു ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ഖാദറിനുമായി ആ ചെറിയ വീട്ടിലേക്ക് ഡോക്ടർ കടന്നു ചെന്നു. തന്റെ ഇളയ സഹോദരനെ പരിശോധിച്ചു. അദ്ദേഹം ഉടനെ വിദഗ്ധ ചികിത്സയ്ക്കായി തന്റെ ഉടമസ്ഥയിലുള്ള ആ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുവാനും കുട്ടിയെ ഉടനെ അഡ്മിറ്റ് ചെയ്യുവാനും തീരുമാനിച്ചു. വിജയകരമായ ഓപ്പറേഷൻ കഴിഞ്ഞു. അനിയൻ സുഖം പ്രാപിച്ചു. ശരിക്കും യഥാർത്ഥ മിറാക്കിൾ അതായിരുന്നു. മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അത്ഭുതങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ 5 വയസ്സുള്ള കുട്ടി മിറാക്കിൾ തന്റെ ആ അദമ്യമായ ആഗ്രഹത്തിലൂടെ തന്റെ സഹോദരനെ രക്ഷപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മൾക്കും ഇതുപോലെ തന്നെ ഒരു മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളെയൊക്കെ കരകയച്ച് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിയായിരിക്കാം മിറാക്കിൾ, ഒരു ഒരു പ്രോഗ്രാം ആയിരിക്കാം ഒരു മിറാക്കിൾ. എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മിറാക്കിൾ ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മിറാക്കിൾ ഉണ്ടാകും. തീർച്ചയായും നമ്മളുടെ ആഗ്രഹം പോലെ തന്നെ അത് നടക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് എടുക്കുന്നത്. ബെൽമൈൻ്റെ സിഇഒ ആയ ഷബാസ് സംനാഥാണ്. എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ബൈ പ്രൊഫഷൻ ഒരു ടീച്ചറാണ്. ബൈ പാഷൻ ട്രെയിനർ, കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, ഹിപ്നോട്ടിസം, NLP, 100-ലധികം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ
ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ കിട്ടിയത്. അപ്പൊ കൂടുതൽ നമ്മൾ ദീർഘിപ്പിക്കാതെ ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഷബാസ് റംനാന്റെയും ഒപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മിറാക്കിൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഷബാസ് റംനാഥ് ആൻഡ് all participants to this session. Thank you. Thank you all. താങ്ക് യു വെരി മച്ച് അനിൽ സാർ. വളരെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് എന്നെ സ്വാഗതം വരില്ല അനിൽ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്നെ ഇവിടെ ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംവദിക്കാനും സാധിച്ചത് സർവേശ്വരന്റെ ഒരു കൃപ തന്നെയാണ്. അത് ആ ഒരു സർവേശ്വരന്റെ കൃപയ്ക്ക് മുന്നിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മുടെ ERA ഇമോഷണൽ റീ അലൈൻമെന്റ് അത് ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ആദ്യം തുടങ്ങിയത് ജസ്റ്റ് ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം മനസ്സെന്താണെന്നും ആ മനസ്സെങ്ങനെയാണ് കലുഷിതമാകുന്നതും അതുപോലെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് അതില് ഈ ഒരു പഴയകാല നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ട്രോമാസ് ഒക്കെ എങ്ങനെ നമുക്ക് ഹീല് ചെയ്യാമെന്നും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഏകദേശം അതുപോലെ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം, ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എവിടെ നിന്നാണ് ഇമോഷൻസ് വരുന്നത്, എന്താണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ക്ലിയർ അല്ലേ PPT? Okay. നെർവസ് സിസ്റ്റം റീസെറ്റ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ. അപ്പോ നമ്മൾ ഇത്രയും നാളും പറഞ്ഞതിലെല്ലാം നമ്മൾ നെർവസ് സിസ്റ്റത്തെ കുറിച്ചും ബ്രെയിനിനെ കുറിച്ചും മൈൻഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ എന്താണ് അതിന്റെ ഡീപ്പായിട്ടുള്ള ആ ഒരു സയൻസിലേക്ക്, അതായത് നമ്മൾ പല ക്ലാസ്സുകളും പഠിപ്പിക്കുമ്പോൾ ചില ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇന്നും ഓർക്കുന്നു ജയമ്മ പറഞ്ഞൊരു ഒരു ഇത്, ഞാനതൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ജയമ്മ പറഞ്ഞു, ഞാൻ അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോ മാം വളരെ ഇന്നസെന്റ് ആയിട്ട് തന്നെ പറഞ്ഞു, എനിക്കും അതിനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെ, ആ സ്വന്തം മനസ്സിൽ നിന്നുള്ള വാക്കുകളായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പലപ്പോഴും റിയാക്ട് ചെയ്തതിന് പകരം റെസ്പോൺസ് ചെയ്യണം, ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു, അത് ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന ഒരു വാക്കാണ്. പക്ഷെ അതിനുശേഷം ജയമം തന്നെ പറഞ്ഞു, എനിക്ക് മാറ്റം വന്നു തുടങ്ങി, എനിക്ക് ഓക്കെ. അതെന്താണ്, ആദ്യം നമ്മൾ ആ ഒരു തിയറിയിൽ ഇങ്ങനെ വന്നപ്പോ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആദ്യത്തിലെ തന്നെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അത് ഇങ്ങനെ ഓരോന്നും പടിപടിയായി നമ്മൾ പഠിച്ചു വന്നപ്പോ നമുക്ക് റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിനെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇതിനെല്ലാം നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന ഒരു വസ്തുവാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. നമ്മള് എങ്ങനെയാണ് അത് ഇമോഷൻസിനെ ഇതാക്കുന്നത്, ഇപ്പോ റെസ്പോൺസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോസ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോ ഇതിന്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പൊ അതേക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോഴല്ലേ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി ഇല്ലേ, നമുക്കിപ്പോ ഒരു 80% നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക,
നിങ്ങളുടെ ഈ ഒരു ക്ലാസിന്റെ ഈ ഫ്ലോയിൽ നിങ്ങൾ എത്തിയപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഒരു 80% ഓക്കെ ആയിട്ടില്ലേ ചെയ്യാനുള്ള കാര്യങ്ങൾ? അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. ഇംപ്ലിമെന്റ് ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. പക്ഷെ അതിനുള്ള ടെക്നിക്സും ടൂൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോ ഇത്രയും ക്ലാസ്സിലൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. അല്ലേ അതെ, ശ്ലേഖ തീർച്ചയായിട്ടും. മാം? ആ വിമൽ സാറ് പറഞ്ഞു തീർച്ചയായിട്ടും. ശ്ലേഖ മാം ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ, തീർച്ചയായിട്ടും കുറെ ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ചേഞ്ചുകൾ നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മൾ ഇവിടം വരെ എത്തിയപ്പോ നമുക്കൊരു 80% മാറ്റം വന്നു എന്ന് പറഞ്ഞു. ഇനി അതിന്റെ കോർ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ്. ഈ നെർവസ് സിസ്റ്റം എന്താണെന്നും ഈ നമ്മുടെ ഉള്ളിലേക്ക് ഇതെങ്ങനെ കൊണ്ടുപോയി ഇതിനെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഡെയിലി ലൈഫില് ഇങ്ങനെ മാറ്റം റിയാക്ഷന് പകരം പോസ് ചെയ്ത് നമുക്ക് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് പോസ് ചെയ്ത് റെസ്പോൺസ് നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യണം. ഇത് ഒരു അൺകോൺഷ്യസ്ലി മാറാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങള് ഇപ്പോ ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അത് എന്താണ് പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എത്തി. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ ആയിട്ട് മാറുന്നത്? ഇത് കോൺഷ്യസ്ലി ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഇനി ഇതൊന്നും കോൺഷ്യസ്ലി അല്ലാതെ അൺകോൺഷ്യസ്ലി അല്ലെ, നമ്മൾ ആദ്യം കാർ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുമ്പോ ഗിയറും ഇതൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ബ്രേക്ക് ചവിട്ടണം, അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങോട്ട് മാറ്റണം, ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയറിട. ഇതെല്ലാം നമ്മൾ ആദ്യം ഇതേക്കുറിച്ച് മനസ്സിലാക്കും. മനസ്സിലാക്കിയ ശേഷം രണ്ടാമത് കോൺഷ്യസ്ലി ഇങ്ങനെ തന്നെ ഇരുന്ന് അല്ലെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഇതെല്ലാം പഠിച്ച് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോ ബ്രേക്ക് ചവിട്ടുന്നത് അറിയുന്നില്ല, ഗിയർ മാറ്റുന്നത് അറിയുന്നില്ല. ഫ്രണ്ടിലെ വണ്ടി വരുമ്പോ നമ്മളിവിടെ പാട്ട് കേൾക്കുന്നുണ്ടാവും, റിലേറ്റീവ്സ് ആയിട്ട് കാറിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കുന്നുണ്ടാവും, തമാശ പറയുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആള് ആസ് എ ഡ്രൈവർ ചെയ്യേണ്ട എല്ലാ കാര്യവും ഒരു തെറ്റും കൂടാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സെയിം വ്യക്തി പഠിച്ച ഉടനെ എങ്ങനെയായിരിക്കും? പഠിച്ച ഉടനെയുള്ള വ്യക്തികളെ എല്ലാവരും കളിയാക്കുന്നത് എങ്ങനെയാ? ഡ്രൈവിംഗ് സീറ്റില് മസിൽ പിടിച്ച് കറക്റ്റ് ആയിട്ട് നോക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ ആയിരിക്കും പോകുന്നത്. അല്ലേ? സത്യല്ലേ? ഇപ്പൊ നമ്മള് ആ ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതായത് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എങ്ങനെ ഗിയർ ചെയ്യണ്ടേ, എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടണ്ടേ, എങ്ങനെ ചവിട്ടണം, അത് ഫസ്റ്റ് ഗിയറിൽ എപ്പോഴാണ് ഇടണ്ടേ, എത്രയും സ്പീഡ് വരുമ്പോൾ അത് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാം എന്നുള്ള തിയറികളെല്ലാം പഠിച്ചു. നമുക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമുക്ക് എന്താണ് ആ വണ്ടി കയറി ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോ ഒറ്റ ഒരു ശ്രദ്ധ മാത്രമേ ഉള്ളൂ, തട്ടാതെ മുട്ടാതെ മുന്നോട്ട് കൊണ്ടുപോവുക. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോ അയ്യോ സംസാരിക്കല്ലേ, എന്റെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും. ആ ഒരു രീതിയിലാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് ലാസ്റ്റ് സ്റ്റേജില്. ഇവിടെ സംസാരം ഉണ്ടാവാം, പാട്ട് വെച്ചിട്ടുണ്ടാകാം, നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ഞാനൊക്കെ എന്നെ സംബന്ധിച്ചാണ് എന്റെ വണ്ടിയിൽ രണ്ട് മക്കളും കൂടുമ്പോ തുടക്കത്തിൽ അവർ നല്ല സ്നേഹത്തിലായിരിക്കും. അത് കഴിയുമ്പോ അവര് ഓരോ കാര്യങ്ങൾ ഇടി ഉണ്ടാക്കുന്നുണ്ടാവും. ആ ഇടി ഉണ്ടാക്കുന്നതിന് ഞാൻ ചിലപ്പോ അവരെ കൺവിൻസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതിന്റെ ഇടയിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. കൂടത്തില് വളരെ നീറ്റായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. എതിരെ ഒരു വണ്ടി വന്നു, ബ്രേക്ക് ഇടേണ്ട അവസ്ഥ വന്നു, ബ്രേക്ക് ഇട്ടു, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുപോയി വന്നു, മാറ്റിക്കൊണ്ടുപോയി, വളരെ സ്മൂത്ത് ആയിട്ട് പോയി. അതുപോലെ
നമ്മുടെ ഇമോഷണൽ റെഗുലേഷനും ഇനി വളരെ സ്മൂത്ത് ആയിട്ട് പോണം. അതിലേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോ ആഗ്രഹമില്ലേ അങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ആവണമെന്ന്? ഇപ്പൊ നമ്മൾ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാവരും 80% മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതൊരു സ്മൂത്ത് വേയിലേക്ക് പോയാൽ മതി. അപ്പോ നമ്മള് ഈ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങളുടെ അല്ലെ, ഇപ്പോ നമ്മൾ ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ആ ആദ്യ പാഠങ്ങളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴും ചെയ്യുന്നത്. അല്ലാതെ പുതിയ കാര്യങ്ങൾ, അതായത് സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ അല്ല വേറെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല. നമ്മള് കാറിന്റെ പഠിച്ച കാര്യങ്ങള് വളരെ എന്താണ് കോൺഷ്യസ് ആയിട്ടിരുന്ന് ചെയ്യുന്ന ആ കാര്യം തന്നെയാണ് പിന്നെന്താണ് ഈസി വേയില് ചെയ്യുന്നത്. അവിടെ കാര്യങ്ങൾ മാറുന്നില്ല. അപ്പൊ നമ്മുടെ ആദ്യം മുതലുള്ള കാര്യങ്ങള് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് അതിന്റെ ഓരോ ടിപ്സും കാര്യങ്ങളും കയറി വരും. ഓക്കെ, ക്ലിയർ ആലോ? അപ്പോ എന്താണ് നെർവസ് സിസ്റ്റം? എന്തിനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോ നമ്മൾ മൈൻഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തിനാണ് മൈൻഡ് റീസെറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? മൈൻഡിന് കോൺഷ്യസ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതായത് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഇരുന്ന് കാർ ഓടിക്കുമ്പോ ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്. ദെൻ അടുത്ത ആ സംഭവം എന്താണ്? കുറച്ച് കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതായത് ഒരു കുറേ പ്രാവശ്യം ഈ നമ്മൾ ആ കോൺസെൻട്രേഷനോട് കൂടി വളരെ ഇതായിട്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പോയി ഇരുന്ന് 10 പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് വന്ന് വണ്ടി കയറിയിരുന്നു, ഇനി ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കും. അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും സാധിക്കൂ? ഒരു ഡ്രൈവിംഗ് പഠിക്കുകയാണ്, ഞാൻ എല്ലാം 100 പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് വരാം, ഇനി നെക്സ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും പാസ്സാവും, ഞാൻ എല്ലാം പുള്ളി വിടാതെ എപ്പോഴാണ് ബ്രേക്ക് ഔട്ടുണ്ട്, എപ്പോഴാണ് ഇതാവണ്ട്, എങ്ങോട്ട് എന്താ ലെഫ്റ്റിലേക്ക് ഇതേണ്ട, എപ്പോഴാണ്, എല്ലാം ഞാൻ ഉള്ളി വിടാതെ എഴുതി പഠിച്ചിട്ടുണ്ട്. എന്റെ ഡ്രൈവിംഗ് സ്മൂത്ത് ആകുമോ? സ്മൂത്ത് ആകുമോ? ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. സ്മൂത്ത് ആകൂ? ഇല്ല. സ്മൂത്ത് ആയിട്ട് പോസ്റ്റർ കൊണ്ടുപോയി കേട്ടു. നല്ല വാക്ക്. പോസ്റ്റലായിട്ട് നീന്തൽ പഠിച്ചോണ്ടിരിക്കുന്നു. വിമൽ സാർ ഇപ്പൊ എങ്ങനെയാ നീന്തൽ പഠിക്കുന്നത്? പോസ്റ്റലായിട്ട് നീന്തൽ പഠിച്ചോണ്ട് ഓൺലൈനിലെ നീന്തൽ പഠിക്കാമല്ലോ. എങ്ങനെ ചന്ദ്രകലാമാമ എല്ലാവരും ഇപ്പൊ ഓൺലൈനിൽ നീന്തലൊക്കെ പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ? പറയണ്ടേ, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് ബൈ പ്രാക്ടീസ് തന്നെ വേണം. ബൈ പ്രാക്ടീസ്. അതിനാണ് ഈ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഇവിടെ ഈ ഒരു ചാപ്റ്റർ വന്നത്. അതായത് ഇപ്പോ നമ്മൾ ഇത്രയും നാള് നമ്മൾ തിയറി കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോ ഇനിയുള്ള ആ ഒരു കാര്യങ്ങൾ ഇത്രയും പഠിച്ചതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വെച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ നെർവസ് സിസ്റ്റം എന്നുള്ള ഈ ചാപ്റ്ററിൽ വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ മൈൻഡ് പറഞ്ഞപ്പോ പറഞ്ഞു കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഇപ്പോ കോൺഷ്യസ്ലി ഒന്നാമത്തെ ക്ലാസ് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ച കാര്യങ്ങള് നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയാം. പിന്നെ നിങ്ങൾക്ക് ഒരു ബുക്ക് തന്നിട്ടുണ്ട്, ആ ബുക്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കോൺഷ്യസ്ലി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? കോൺഷ്യസ്ലി. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഷ്യസ്ലി മനസ്സിലാക്കി ഒരു പ്രശ്നം വന്നു, പ്രശ്നം വരുമ്പോ നമ്മള് അറിയാതെ നമ്മുടെ അമിഗ്ഡാല ഹൈജാക്ക് വന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ പറയുന്നതെല്ലാം, പഴയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അമിഗ്ഡാല ഹൈജാക്ക് വരുന്നു. ആ അമിഗ്ഡാല ഹൈജാക്കിനെ നമുക്ക് മാറ്റണമെങ്കിൽ പോസ് ചെയ്യണമെന്ന് കോൺഷ്യസ്ലി അറിയാം. കാരണം എന്താണ്, നമ്മുടെ ലോജിക് ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 6 സെക്കൻഡ് വേണം. അപ്പൊ അതിനു വേണ്ടി പോസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ തിയറിറ്റിക്കലി പഠിച്ചു. ഇതെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലുണ്ട്.
ഇനി ആരെങ്കിലും ഒക്കെ ഇത് തിയറിറ്റിക്കലി പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻ അധ്യായങ്ങളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കേട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ പുസ്തകം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞത് ഇത്രയും കാര്യം നടന്നത് എവിടെയാണ്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം. അപ്പോ അന്ന് ഫസ്റ്റ് ഈ കോൺഷ്യസ്ലി ഞാൻ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ ജയ മാം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ ആ സമയത്ത് പറ്റുന്നില്ലല്ലോ, എന്താ മാം ഞാൻ ചെയ്യണേ എന്ന് ചോദിച്ചപ്പോ അന്ന് റിപ്ലൈ ഞാൻ നൽകിയത് ഇത്രയേ ഉള്ളൂ, വെയിറ്റ് ചെയ്യേ, ആദ്യത്തെ ചാപ്റ്റർ അല്ലേ ആയുള്ളൂ, വാ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോ അത് ഞാൻ ഓക്കെ ആക്കി തരാം എന്നൊരു വാഗ്ദാനം ഞാൻ അന്ന് ജയ മാമിന് നൽകി. ആ വാഗ്ദാനമാണ് ഞാൻ ഇന്ന് ഇവിടെ നിറവേറ്റാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മൈൻഡ് കോൺഷ്യസ് മാത്രമല്ല, ഒന്നുകൂടിയുണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ നമ്മൾ കോൺഷ്യസ്ലി ഇപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അറിയാതെ തന്നെ ഫ്രണ്ടിൽ ഞാനിവിടെ വലിയ വർത്താനത്തിലും കളിയിലും ചിരിയിലും ഒക്കെ ആയിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വന്നപ്പോ ഈ കളിയും ചിരിയും വർത്താനവും ഒന്നും നിർത്തിയില്ല. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ എന്റെ കാല് പൊങ്ങി നേരെ ബ്രേക്കിൽ പോയി ചവിട്ടി. ആ കാല് പൊങ്ങിയതും പോയി ചവിട്ടിയത് പോലും എനിക്ക് ശരിക്കും വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ബോഡിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ റിയാക്ഷൻസിനെ, തിങ്കിങ്ങിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ആ ബ്രെയിനും നമ്മുടെ ബോഡിയും വളരെ കണക്റ്റഡ് ആണ്. ഈ ബോഡിയും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻസ് ഉള്ളപ്പോ ഇതിൽ കുറച്ച് കാര്യങ്ങള് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വിട്ടുകൊടുക്കുമ്പോ അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറും. ഇനി നെക്സ്റ്റ് എങ്ങനെ ഈ കോൺഷ്യസ്ലി ഞാൻ ഇപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആകും. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും? എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ളത് ന്യൂറോൺസ് ആണ്. ജസ്റ്റ് 1 മിനിറ്റ്, എനിക്കിവിടെ റൂമിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഞാനൊന്ന് സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോ നമ്മുടെ നെർവസ് സിസ്റ്റത്തില് ഈ ഉള്ളത് ന്യൂറോൺസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഹാബിറ്റ് അല്ലെങ്കിൽ എന്താണ് ന്യൂറൽ പാത്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ന്യൂറൽ പാത്വേയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 86,000 കോടി ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. അപ്പൊ ഈ എല്ലാ ന്യൂറോൺസും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും ന്യൂറോൺസ് ഉണ്ട്, പക്ഷെ അതിൽ ചില ന്യൂറോൺസ് ആണ് ഓരോ കാര്യത്തിനും ഓരോ ന്യൂറോൺസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ അത്രയും വലിയ ജംഗ്ഷൻസ് ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ചെന്നൈയിലൊക്കെ ചെന്ന് കഴിയുമ്പോ നമുക്ക് മാക്സിമം 4-5 എക്സിറ്റ് ഒക്കെ ഉള്ളൂ. ചെന്നൈയിലൊക്കെ ചെന്ന് കഴിയുമ്പോ ഫസ്റ്റ് എക്സിറ്റ്, സെക്കൻഡ് എക്സിറ്റ്, തേർഡ് എക്സിറ്റ്, 8 എക്സിറ്റ്. സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോകുമ്പോൾ അതുപോലെ അത്യാവശ്യം സ്പീഡും ഉണ്ടാവും. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞിട്ട് അവര് നമ്മുടെ അടുത്ത് പറയുന്ന 8 എക്സാക്റ്റില് തിരിയാനൊക്കെ ആയിരിക്കും പറയുന്നത്. ക്ലിയർ ആയില്ലേ? അതായത് ഇങ്ങനെ റൗണ്ട് അബൌട്ടം പോലെ ആയിരിക്കും. എന്നിട്ട് ഓരോ എക്സിറ്റും ഓരോ സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അപ്പോ നമുക്ക് മെസ്സേജ് വരുന്നത് നമുക്ക് പോവാനുള്ളത്
8ാമത്തെ എക്സിറ്റിലായിരിക്കുന്നത്. എല്ലാ വണ്ടിയും ഒരുവിധം ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. നമ്മൾ എക്സിറ്റ് എണ്ണിയൊക്കെ ചെന്ന് ചിലപ്പോ അവിടെ എത്തി, ഒന്നല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ 7ാമത്തേല് തിരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും റഷ് ഉള്ള സ്ഥലത്താണ് നമുക്ക് അവിടെ നിന്ന് പിന്നെ അത് ചേഞ്ച് ചെയ്ത് 8ലേക്ക് മാറണമെങ്കിൽ വളരെ പിന്നെ പുറത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെ ചിലപ്പോ വരേണ്ടി വരും. ചിലപ്പോ എന്തായിരിക്കും നമ്മൾ 8ാമത്തെ എക്സിറ്റിലായിരിക്കും മാറേണ്ടത്, ഒന്നല്ലെങ്കിൽ 7 പോവും, ചിലപ്പോ 9 ഒക്കെ നമ്മൾ പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇല്ലേ? സംഭവം അങ്ങനെയല്ലേ? ഒരുപാട് റഷ് ഉള്ള ഒരു സ്ഥലത്ത് ചെന്നു നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ഫസ്റ്റ് പ്രാവശ്യം പോയി, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും കണ്ടുപിടിച്ച് പോയി. ഞാൻ എൻ്റെ ജോലി ഇവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് മാറി. അവിടെ ചെന്ന് എനിക്ക് എന്നും ഈ സ്ഥലത്തോടെ തന്നെ പോണെന്ന് വിചാരിച്ചു. ഒരു 10 ദിവസം പോയി കഴിഞ്ഞ് കഴിയുമ്പോ ഗൂഗിൾ മാപ്പും വേണ്ട, 1 2 3 4 5 6 7 എന്നൊന്നും എണ്ണേണ്ട ആവശ്യമില്ല. ഈ 8ാമത്തെ എക്സിറ്റ് വരുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും തിരിയും, നമ്മൾ അങ്ങോട്ട് പോകും. അല്ലേ? ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മളെ ഒരു കാര്യം നമ്മുടെ ന്യൂറോൺസ് എന്താന്ന് വെച്ച്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോൺസിലൂടെ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് പോകുമ്പോ, ഇപ്പൊ നമ്മളൊരു വഴി കണ്ടുപിടിച്ച് നമ്മൾ പോയി, നമുക്കൊരു 3 4 പ്രാവശ്യം പോയി തെറ്റൊക്കെ പറ്റിക്കഴിഞ്ഞ് നമ്മൾ അത് കറക്റ്റ് വേ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് അതിലൂടെ പോകാൻ വളരെ ഈസിയാണ്. ഇപ്പോ നമ്മൾ ഈ ഇത്രയും ക്ലാസ്സിലൂടെ നമ്മൾ വന്നപ്പോ നമ്മൾ വഴികളൊക്കെ കണ്ടുപിടിച്ചു, പക്ഷെ ഇപ്പോഴും നമുക്ക് തപ്പിത്തടയുന്നുണ്ട്. എന്നാൽ ഈ തപ്പിത്തടയുന്ന വഴികളിലൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചധികം പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ, ഈ തപ്പിത്തടഞ്ഞ വഴികളിൽ കൂടെ കുറച്ചധികം പ്രാവശ്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നീട് നമുക്ക് കണ്ണടച്ച് വിട്ടാലും 8ാമത്തെ എക്സിറ്റ് 7 ആവൂല, 9 ആവൂല, എണ്ണന്റെ ആവശ്യമില്ല, ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച 8ാമത്തെ എക്സിറ്റ് ആണെങ്കിൽ നമ്മുടെ അവിടെ പോകും. അതുപോലെ നമ്മുടെ ന്യൂറോൺസ് എന്താണ്? ഫയർ ടുഗദർ വയർ ടുഗദർ എന്നാണ്. ഒരുപോലുള്ള ന്യൂറോൺസ് ഫയർ ചെയ്യുമ്പോൾ അത് കൂട്ടിയോജിക്കപ്പെടുന്നു. പറയുന്നത് എന്താണ്? ഹെബ്സിന്റെ തിയറിയാണ് ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ. ഒരുപോലുള്ളത് ഫയർ ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് വയർ ചെയ്ത് പോകുന്നു. സയൻസ് ആണ് കേട്ടോ പറയുന്നത്. അതായത് ന്യൂറോൺസ്. ചന്ദ്രകല ക്ലിയർ ആയല്ലേ? അതാ, ആ സയന്റിസ്റ്റിന്റെ പേരൊന്നും കൂടെ പറയോ? ഹെബ്സ് എന്നാണ് അതിന്റെ ഫുൾ നെയിം, എനിക്ക് വിട്ടുപോകുന്നു. ഹെബ്സ് എന്നാണ്, ഹെർബേനിയൻ തിയറി എന്നാണ് എന്റെ ആദ്യത്തെ. എന്താണ് ചന്ദ്രകല മാം? ഇല്ല, ഹെർബ്സ് എന്ന് കിട്ടിയല്ല. ഹെർബ്സ് അല്ല, ഹെബ്സ് തിയറിക്ക് പറഞ്ഞാണ് ഹെർബേറിയൻ തിയറി. ഹെബ്സിന്റെ ഫ്രണ്ടിൽ ഒരു നെയിം ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഞാൻ ആ പേര് മറന്നുപോയി. അദ്ദേഹമാണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചത്. ഇതാണ് പറയുന്നത്, ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ. അതായത് ഒരുപോലെ ചിന്തിക്കുന്ന ന്യൂറോൺസ്, അതായത് സെയിം പാത്തില് ചിന്തിക്കുന്നത് മാത്രമാണ് ഒരുമിച്ച് ഫയർ ചെയ്ത് അത് ഒരുമിച്ച് ഫയറാകുകയുള്ളൂ. ഇനി ഒരുപോലെയല്ല ചിന്തകൾ നടക്കുന്നതെങ്കിൽ അത് ഒരുമിച്ച് ഫയർ ചെയ്യാനും സാധിക്കില്ല, ഒരുമിച്ച് വയർ ചെയ്യാനും സാധിക്കില്ല എന്നതാണ് ഈ തിയറി പറയുന്നത്. അപ്പോ നെർവസ് സിസ്റ്റത്തിന്റെ ഇതില് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോ കോൺഷ്യസ്ലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ പോസ് ചെയ്യുക, അതെല്ലാം നമ്മൾ കോൺഷ്യസ്ലി ആണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് എന്താണ്, നമ്മള് ഈ 8ാമത്തെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും കോൺഷ്യസ്ലി ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ന്യൂറൽ പാത്വേ അവിടെ ഫോം ചെയ്ത ശേഷം ആ പാത്വേ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എന്നത് നമ്മുടെ ബോഡിയെ ന്യൂറോൺസ് അടങ്ങിയ ഇത് നമ്മളുടെ ഈ ഓരോ ശീലങ്ങളെയും കറക്റ്റ് ആക്കും. ഓക്കെ, നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നമാണോ, ഞാൻ ഹാപ്പി ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ബോഡീനെ മൊത്തത്തില് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ ബോഡിയും ബ്രെയിനും കണക്ട് ചെയ്യുന്നതും നെർവസ് സിസ്റ്റം ആണ്. അപ്പോ ഈ ന്യൂറോൺസ് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത് എന്താണ്? ഈ ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫയർ ടുഗദർ വയർ ടുഗദർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരുമിച്ച് ഫയർ ചെയ്തില്ലെങ്കിൽ അത് ഒരുമിച്ച് ഫയർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോ നമ്മൾ ഈ ന്യൂറൽ പാത്വേ നമ്മൾ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പാകത്തിന്, നമ്മുടെ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പാകത്തിന്, നമ്മുടെ തിങ്കിങ്സ് കൺട്രോൾ ചെയ്യാൻ പാകുന്ന രീതിയിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ ഒരു കാര്യം നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, റിയാക്ട് ചെയ്യരുത്, റെസ്പോൺസ് ചെയ്യണം എന്ന്, പക്ഷെ സാധിച്ചില്ല. അപ്പൊ അവിടെ നമ്മൾ 1, 2, 3 പ്രാവശ്യം കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഏജ് കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതെന്താണ്, നമ്മള് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, എല്ലാവരും ഫാസ്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കുട്ടികളൊക്കെ ആവട്ടെ, അവര് ചെന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പഠിച്ചിട്ട് അവർ ഇറങ്ങിപ്പോരും. എന്നാൽ ഇത്തിരി ഒരു ഏജ് ആയിട്ടുള്ള ഒരാൾ ചെല്ലട്ടെ, ആൾക്ക് ചിലപ്പോ ആ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന പഠിക്കണമെങ്കിൽ ഇത്തിരി ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ളില് ഓൾറെഡി ഈ നെർവസ് സിസ്റ്റം നമ്മുടെ ഇമോഷൻസിനെയും റിയാക്ഷൻസിനെയും തിങ്കിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന്റെ ന്യൂറോൺസ് ഓൾറെഡി ഒരു വേയില് ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്തിട്ടുണ്ട്. ആ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയിട്ടാണെങ്കിൽ അത് മാറാൻ ടൈം കൂടുതലെടുക്കും. ഓൾറെഡി ഒരു ന്യൂറൽ പാത്വേ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈസി വേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലർ പറയില്ലേ, കാർന്നോമാരാണ്, വയസ്സായി, അവരെ മാറ്റാൻ, അവരുടെ ചിന്താഗതി മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന് കാരണം അവരുടെ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയതുകൊണ്ടാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ മനസ്സിലാക്കുക, ആ കാര്യം മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുണ്ടായത് എന്തുകൊണ്ടാണ്? എന്റെ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പോ ആ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആണ് എന്നുള്ള അവയർനെസ് നമുക്ക് വരുമ്പോ നമ്മൾ അവെയർ ആയിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതിന് പറയുന്ന പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് ഇപ്പൊ നമ്മുടെ വീട് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, പ്ലാസ്റ്റർ ചെയ്യാന്ന് പറയില്ലേ? അതേ രീതിയിൽ നമ്മുടെ ബ്രെയിനെ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് എത്ര സ്ട്രോങ് ആണോ, ആ ഒരുപാട് സ്ട്രോങ് ആയ സംഭവത്തെ പൊളിച്ചെടുക്കണമെങ്കിൽ അത്രത്തോളം അധ്വാനം വേണം. സ്ട്രോങ് അല്ലാത്ത സിമ്പിളായ ഒരു കാര്യമാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോ നമ്മുടെ ഇമോഷൻസിനെയും റിയാക്ഷനെയും തിങ്കിങ്ങിനെയും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്റെ റിയാലിറ്റി, അതാണ് ട്രൂത്ത്. ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്, അതാണ് എന്റെ ട്രൂത്ത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ ലൈഫിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങള് ശരിയോ തെറ്റോ എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ
സക്സസ് ആണോ ഫെയിലിയർ ആണോ നമുക്ക് വരുന്ന ഔട്ട്പുട്ട്. പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുപറ്റുമ്പോഴാണ് നമ്മൾ അത് ഫെയിലിയറിലേക്ക്. പക്ഷെ നമ്മുടെ ചിന്താഗതി അനുസരിച്ച്, നമ്മുടെ തിങ്കിങ് അനുസരിച്ച്, നമ്മുടെ ന്യൂറൽ പാത്വേ അനുസരിച്ച് അത് റൈറ്റ് ആണ്. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ വിശ്വസിക്കുന്ന, ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ പലരും പറയും ഞാൻ നേരിട്ട് കണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കേട്ടതാണ് എന്ന് എല്ലാം നമ്മൾ പറയുന്ന ആയിരിക്കാം. നമ്മൾ നേരിട്ട് കണ്ടു, അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരാ? നമ്മുടെ കണ്ണിനെ അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ പോലും പലപ്പോഴും പല ട്വിസ്റ്റും ഉണ്ടായിരിക്കും. അതിനിപ്പോ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്? നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഫിലിമില് മോഹൻലാൽ മറ്റുള്ളവരുടെ അടുത്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെല്ലാവരും പറയുന്നവരെല്ലാവരും അവര് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. പക്ഷെ അത് എന്താണ്? റിയാലിറ്റി അല്ലായിരുന്നല്ലോ. സത്യത്തില് അത് റിയാലിറ്റി അല്ല. പക്ഷെ ആ ഫിലിമില് മോഹൻലാല് എന്താണ് അറിഞ്ഞുകൊണ്ട് അവരുടെ മൈൻഡിൽ ഒരു തോട്ട് ഇട്ട് കൊടുത്ത് അത് റിയാലിറ്റി ആന്ന് വരുത്തി തീർത്തു. പിന്നെ അവർക്കതെന്താണ്? അവർക്കത് റിയാലിറ്റി ആണ്. അതുപോലെ നമുക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ന്യൂറൽ പാത്വേ ഓൾറെഡി ഫോം ചെയ്തു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമായി അത് ശരിയാണ്. ആ ശരിയെ സാധൂകരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ലൈഫിൽ കണ്ടുപിടിക്കുക. അത് ഞാൻ വേറെ രീതിയിലും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എനിക്ക് വളരെ വിശ്വസനീയമായ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും ആ ഫ്രണ്ട് ചെയ്യുന്ന നന്മകൾ ഞാൻ കാണുന്നു. അവള് ബെസ്റ്റാണ്, അവൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ആളെ പോസിറ്റീവാന്ന് കണ്ടുപിടിക്കാനുള്ള 100,000 നന്മകൾ എൻ്റെ മുന്നിൽ നിരക്കുന്നുണ്ടാവും. 100,000 നന്മകൾ എൻ്റെ മുന്നിൽ നിലക്കുന്നുണ്ടാവും. എന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ആ ഫ്രണ്ട് ബെസ്റ്റ് ആണ്, നല്ലതാണ്. പക്ഷേ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ആ വ്യക്തിയെ കുറിച്ച് മറ്റൊരു ഫ്രണ്ട് വന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാണ്, നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അവള് നിന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്ന പണികളാണ്, നിനക്കിട്ട് പണി കിട്ടും. പിന്നെ അവളോ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ചിലപ്പോ പറയും എന്റെ കെട്ടിയോനേക്കാളും ഡീസന്റ്, എന്റെ കെട്ടിയോൻ എന്നെ എത്ര എന്താണ് സപ്പോർട്ട് ചെയ്യണോ അത്ര അതുപോലും അല്ല, അവൾ അത്രയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം, അവളാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോ, കാരണം നമ്മളെ ആ ഒരു വിശ്വാസത്തെ സ്വാധീനിക്കാനുള്ള ഓരോ കാര്യങ്ങളും. എന്നാൽ നെക്സ്റ്റ് കുറെ നാളുകൾക്ക് ശേഷം ചിലപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത് കൂട്ടുന്നത് നമ്മളെ ഇംപ്രസ് ചെയ്യിക്കാനും നമ്മളില് എന്താണ് വിശ്വാസം നേടിയെടുത്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു. പക്ഷെ എന്റെ ബിലീഫ്സ് എന്താണ്? പോസിറ്റീവായിട്ട് മാത്രം. അവിടെ അയാൾ എന്ത് നെഗറ്റീവ് ചെയ്താലും നമുക്കത് നമ്മുടെ കണ്ണിൽ പെടില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് ലാസ്റ്റ് റിയാലിറ്റിയിൽ ആ വ്യക്തി എന്നെ ഫേക്ക് ചെയ്ത് പറ്റിച്ച് എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആണ്. അവസാന നിമിഷം ഞാനത് ഒരിക്കൽ ഒരാള് വന്ന് ഒരാള് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു മനസ്സിലാവാണ്, കുറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ പറ്റിക്കപ്പെട്ട അവസാന നിമിഷം. ആ സമയത്ത് നമ്മൾ പറയും ഞാൻ എന്നെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചില്ല അവൾ അത് ചെയ്യുമെന്ന്. നമ്മൾ പലരും പറയുന്ന വാക്കാണ്, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചില്ല അവൾ അത് ചെയ്യുമെന്ന്. ചില കാര്യങ്ങളിൽ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നമ്മള് ഓൾറെഡി മൈൻഡില്
ഒരു ന്യൂറോൺ ഒരു പാത്വേ ഉണ്ടാക്കിയിട്ടുണ്ട്, ആള് പെർഫെക്റ്റ് ആണ്, നല്ലതാണ്. അതിനെ സ്വാധീനിക്കുന്ന കണ്ടന്റ് മാത്രമാണ് നമ്മൾ കാണുള്ളൂ. അല്ലാതെ അതിന് അല്ല, ഞാനിതൊരു കഥയായിട്ട് പറഞ്ഞ കേട്ടോ, അല്ലാതെ ഇതാക്കി പറഞ്ഞല്ല. നമ്മള് പലപ്പോഴും ഈ പറ്റിച്ചോണ്ട് പോയെന്നൊക്കെ പറയില്ലേ, ഈ പറ്റിച്ചോണ്ട് പോകുന്ന ആളുകളെല്ലാം ഈ രീതിയിലായിരിക്കും. എന്തുകൊണ്ടാണ്? എന്നിട്ട് നമ്മൾ ചോദിക്കും, എന്തിനാ ഇത്രയൊക്കെ ചെയ്തേ? ലാസ്റ്റ് അവസാന നിമിഷം അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അന്ന് വരെ ഒരിക്കലും നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാത്തത് അത് നമ്മുടെ മൈൻഡിന്റെ ആ ന്യൂറൽ പാത്വേയുടെ ആ ഒരു വർക്കിംഗ് തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി എന്നത് സത്യം വേറൊന്നായിരിക്കും. പക്ഷെ എന്താണ് അതിന് ഏറ്റവും വലിയൊരു ഇതെന്താണ്? ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ആളെ ആ ഒരു റീസൺ കൊണ്ട് ഇപ്പൊ നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ഫസ്റ്റില് പറഞ്ഞത് ആരാണ്? ചന്ദ്രകല മാം. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? മഗല്ലനാണോ? മഗല്ലൻ അല്ലല്ലോ. ഞാൻ എന്റെ ഒരു വിശ്വാസം അരിസ്റ്റോട്ടിലല്ലേ ഭൂമി ഉരുണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തെ അല്ലേ ആ ഒരു കാരണം കൊണ്ട് തൂക്കിലേറ്റാൻ ശ്രമിച്ചത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ തെറ്റ് പറ്റാൻ പാടില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഞാനിപ്പോ നേരത്തെ ഒരു ഹെബ്സിന്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഗ്രൂപ്പിലിട്ടേക്ക്. അതുപോലെ ഇതും ഞാൻ പറയാം. ഗൂഗിള് ചെയ്ത് നോക്കി, അതിലും കിടക്കുന്ന ഹെബ്സ് തന്നെയാണ്. ഫുൾ നെയിം കൊടുത്തിട്ടില്ല അല്ലെ ഹെബ്സിന്റെ? അത് ഹെബ് തന്നെയാ കിടക്കുന്നത്. അല്ല, ഹെബ്സിന്റെ ഫുൾ നെയിം ഹെബാന്ന് എനിക്കറിയായിരുന്നു. ഹെബിന്റെ ഫുൾ നെയിം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഇത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാ കാണുന്നത്. only thing is that ആ തിയറി ആണ്. അപ്പൊ തിയറിയാണ്. അപ്പോ അതുപോലെയാണ് നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് ആ വ്യക്തി ആദ്യം പറഞ്ഞപ്പോ ഇത്രയും നമ്മൾ നോക്കുമ്പോ എന്താ കാണുന്ന? റിയാലിറ്റിയിൽ എന്താ കാണുന്നത്? പരന്ന ഭൂമിയാണ് കാണുന്നത്. ഈ പരന്ന ഭൂമിനെ ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ ആളെ എന്താ ചെയ്യേണ്ടത്? തൂക്കിലേറ്റുകയല്ലേ. അപ്പോ റിയാലിറ്റി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ന്യൂറൽ പാത്വേ അനുസരിച്ച് നമ്മൾ അതിനെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും സത്യം അതാകണം എന്നില്ല. അപ്പോ നമ്മൾ ഇത് പറയാൻ കാര്യം ഇതാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തില് നമ്മളെ ന്യൂറൽ പാത്വേ ഇപ്പോ ഓൾറെഡി നമുക്ക് പല പല നെഗറ്റീവ് സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ പൊട്ടിത്തെറിക്കും. ഇതുപോലുള്ള പല നെഗറ്റീവ് സ്വഭാവങ്ങളും ഉണ്ടാവും. അത് കോൺഷ്യസ്ലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രോങ് ബിലീഫ് വേണം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി നടത്താനുള്ള, ഇത്രയും ഇത് ഡീപ്പായിട്ട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്, നമ്മുടെ ബ്രെയിനിന് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾറെഡി ഉള്ള വിശ്വാസങ്ങളെ മാറ്റി പുതുക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതല്ല, അത് സത്യമാണ്. അപ്പോഴാണ് നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും കോൺഷ്യസ്ലി ഈ കാര്യങ്ങള് നമ്മൾ 21 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ നല്ല ചേഞ്ച് വരും. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ മദ്യപാനം നടത്താൻ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോകുമ്പോൾ അവര് ചെയ്യുന്നതും ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി തന്നെയാണ് അവർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ട തിയറിയെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെ എത്തിക്കും? റിപ്പീറ്റഡ് ആയിട്ട് കോൺഷ്യസ്ലി ഒരു കാര്യം ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. അരിസ്റ്റോട്ടിലാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഞാൻ പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. അതിന് മുമ്പ് പൈത്തഗോറസ് സ്ഫെറിക്കലാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അരിസ്റ്റോട്ടിലിന്റെ കഥയിലാണ് പറയുന്നത്. അദ്ദേഹത്തെയാണ് തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റോറി. അത് ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നപ്പോ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ പറയുമ്പോൾ അത്
ഉറപ്പാണോ എന്നൊന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണമല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അരിസ്റ്റോട്ടലിനായിരുന്നു ഞാൻ പറഞ്ഞത്. ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ പറഞ്ഞ നമ്മൾ നമ്മുടെ ന്യൂറൽ പാത്വേ ഫോം ചെയ്തേക്കാണ്. എനിക്ക് എന്താണ് പോസ് ചെയ്ത് റിയാക്ട് ചെയ്യില്ല, ഞാൻ ഓൾറെഡി എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ തോട്ട് ഫസ്റ്റില് നമുക്ക് എന്ത് ചെയ്യണം? കോൺഷ്യസ്ലി ചേഞ്ച് ചെയ്യണം. ആ ന്യൂറൽ പാത്വേ മാറ്റണം. അതായത് നമ്മുടെ എപ്പോഴാണ് നമ്മൾ ഈ വയർ ടുഗദർ എന്ന് പറയും പോലെ അവിടെ ഫയറിങ് നടന്നില്ലെങ്കിൽ വയറിങ് നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫയറിങ് നടത്താതെ ആക്കി മാറ്റുക. അങ്ങനെ കോൺഷ്യസ്ലി ഇത് ചെയ്യാതെ നമുക്ക് എന്റെ ഇത്രയും നാളത്തെ ശീലമായിരുന്നു, ഒരാളൊരു കാര്യം പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നത് ഇത്രയും നാളത്തെ ശീലമായിരുന്നു, ഇനി ഞാനിത് കോൺഷ്യസ്ലി അത് വേണ്ട എന്ന് വെച്ച് കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ അതെന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുകയും അത് എന്റെ ക്യാരക്ടറായിട്ട് മാറും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കുക മാത്രമല്ല, അത് നമ്മുടെ ലൈഫിൽ വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോ എന്താണ് നമ്മള് ഇന്ന് ഞാൻ പറഞ്ഞു, മൊത്തം നമ്മൾ പഠിച്ച ക്ലാസ്സുകളുടെ ഒരു സമ്മറി ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സ്ട്രെസ് ഈസ് നോട്ട് സിറ്റുവേഷൻ, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ട്, അതായത് നമ്മുടെ യൂസ്ട്രെസ് അതായത് ഡിസ്ട്രെസ് നമ്മൾ മാറ്റി നമ്മൾ ആ ഒരു ബോഡിയുടെ റെസ്പോൺസ് ആണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ചേഞ്ചസ് വരുത്തുക. അതായത് ഡിഫറെന്റ് പീപ്പിൾ റിയാക്ട് ഡിഫറൻഷ്യലി എന്ന് പറയും പോലെ, എനിക്ക് ഒരാളോട് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു ന്യൂറൽ പാത്വേ ഞാൻ എൻ്റെ ലൈഫിൽ ഫോം ചെയ്യും. എനിക്ക് സ്ട്രെസ് വരുന്നുണ്ടാവും. ഈ സ്ട്രെസ് ഈ സിറ്റുവേഷൻ അല്ല നടത്തുന്നത്. ഈ സ്ട്രെസ് എന്തിനാണ്? എന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി തരുന്ന ഒരു സിഗ്നൽ ആണ്. അതിനെ ഞാൻ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി, അല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ അല്ല ഈ സ്ട്രെസ്സിന്റെ കാരണക്കാരൻ എന്ന് മനസ്സിലാക്കി നമ്മുടെ ന്യൂറൽ പാത്വേ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർ സർവൈവൽ സ്റ്റേറ്റ്, ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്, ഫ്രോൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവെയർ ആവുക, നമ്മുടെ ന്യൂറൽ പാത്വേ ഏതിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ നമ്മുടെ ബോഡിയെ ബാധിക്കും. ബോഡിയും മൈൻഡും എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ബോഡിയും മൈൻഡും റിലേറ്റഡ് ആണ്. നമ്മുടെ ഈ ന്യൂറൽ പാത്വേ ഫോം ചെയ്യാൻ, കാരണം നമ്മുടെ ബോഡി വീക്ക് ആവുമ്പോൾ നമ്മുടെ ആ ഒരു ന്യൂറൽ പാത്വേ ആണ് ഉണ്ടാവുന്നത്. ഞാൻ വീക്കാണ്, പ്രശ്നമാണ്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുള്ള ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ബ്രെയിനിലേക്ക് വരും. അപ്പൊ എന്താണ്, നമ്മൾ ഈ ഫോർത്ത് സർവൈവൽ സ്റ്റേറ്റിൽ ഏതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് ഒരു പോസിറ്റീവായ ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിന്റെ സയൻസ് കാരണം നമ്മുടെ ഈ ന്യൂറൽ പാത്വേ നമുക്ക് ഏത് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫിസിക്കലാണോ, ഇമോഷണലാണോ, ബിഹേവിയറിലാണോ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്ന അവയർനെസ് ഉണ്ടാക്കിയിട്ട് ആ അവയർനെസ് വെച്ചിട്ട് നമ്മൾ ലൈഫിൽ ചേഞ്ച് ചെയ്യണം. വിമൽ സാറേ ക്ലിയർ അല്ലേ? സാർ ക്ലിയർ ആയോ? സാറിങ്ങനെ സീരിയസ് ആയിട്ട് നോക്കിയപ്പോ എനിക്ക് ക്ലിയർ ആയോ എന്നൊരു ഡൗട്ട് തോന്നി, അതുകൊണ്ടാണ്. അതായത് സയൻസ് ഓഫ് സ്ട്രെസ് നമുക്ക് അവയർനെസ് വേണം. നമുക്ക് എന്താണ് ബ്രീത്തിൽ ഒരു ചേഞ്ച് വരുന്നു, അപ്പോ നമ്മൾ ആദ്യം അവെയർ ആവണം, ഇന്നതാണ് നമുക്ക് ഇതൊരു ഇറിറ്റേഷൻ ആണ്, ഇത് ആങ്സൈറ്റി ആണ്, ഇത് ഡെയിലി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ അവിടെ ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. അപ്പൊ നമ്മൾ ആ ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്യാതെ
നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവയർനെസ്സിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ. അല്ലാതെ ഓൾറെഡി നമ്മളൊരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ മാറണമെന്ന് പറഞ്ഞാൽ നടക്കൂ? അപ്പൊ പോസിബിൾ അല്ല. ഓൾറെഡി നമ്മൾ അവയർ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ആ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ ആദ്യം മുതലുള്ള ഓരോ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. മെയിൻ വേണ്ടത് നമുക്ക് അവയർനെസ് ആണ്. നോട്ടീസ് ബോഡി സിഗ്നൽസ്. അതായത് സ്ട്രെസ് വരുമ്പോൾ അതിന്റെ ബോഡി സിഗ്നൽസ്, ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സിഗ്നൽ ആണ്. അതുപോലെ നമ്മുടെ പാറ്റേൺ, നമ്മുടെ ലൈഫിലെ പാറ്റേൺസ് നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ ഒന്ന് പറഞ്ഞു, ഒരാള് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ക്യാരക്ടറാണ്, ഞാൻ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടും. അപ്പൊ ആ ഒരു നമ്മുടെ പാറ്റേൺ, ഞാൻ സങ്കടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ പിന്നീടും അത് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ന്യൂറൽ പാത്വേ ഉണ്ട്, ആ പാത്വേ സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏജ് ആയവരെ നമുക്ക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഏജ് ആയതുകൊണ്ടല്ല അവർക്ക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ. അതായത് ഏജ് ആവുമ്പോ അത്രയും വർഷം, അത്രയും പ്രാവശ്യം ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തപ്പോ ആ ന്യൂറൽ പാത്വേ അവിടെ എന്തായിട്ടുണ്ട്? സ്ട്രോങ് ആയിട്ടുണ്ട്. അല്ലാതെ ഏജ് റിലേറ്റഡ് അല്ല സംഭവം. നമ്മളിപ്പോ ഒരാൾക്ക് 70ാമത്തെ വയസ്സിൽ ഒരു പുതിയ ഒരു ബാഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു. 70ാമത്തെ വയസ്സായപ്പോഴാണ് ബാഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 70ാമത്തെ വയസ്സിൽ ബാഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 75ാമത്തെ വയസ്സായപ്പോഴത്തേക്കും ആ ഒരു 5 വർഷം ആ ഒരു ഹാബിറ്റുമായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോ 75ാമത്തെ വയസ്സായപ്പോ അത് അയാൾക്ക് നിർത്തണമെന്ന് തീരുമാനം, ഒരു തോന്നല് വന്നു. അയാള് വളരെ സില്ലിയായിട്ട് അത് നിർത്തി. പക്ഷേ 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. അവൻ 5 വയസ്സുള്ളപ്പോ സ്റ്റാർട്ട് ചെയ്തതാണ്. 25 വയസ്സായിട്ടുള്ളൂ. അവിടെയാണോ ആ ബാഡ് ഹാബിറ്റ് നിർത്താൻ പാട്? 75 വയസ്സുള്ള ആൾക്കാണോ പാട്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഏജിലല്ല കാര്യം. നമ്മള് വയസ്സായവർക്ക് ബാഡ് ഹാബിറ്റ് നിർത്താൻ പാടാന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ ആ കാര്യം, അതായത് സ്ട്രോങ് ന്യൂറൽ പാത്വേ എവിടെ എത്തിപ്പെടുന്നോ അതാണ്. അപ്പോ നമ്മൾ ഈ വയസ്സാവുമ്പോൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോ ആ സെയിം ക്യാരക്ടർ ജനിച്ച കാലം മുതലുണ്ട്. ജനിച്ച കാലം മുതൽ ഈ വയസ്സായ കാലം വരെ, വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം ഡ്യൂറേഷൻ ഈ സെയിം ക്യാരക്ടർ കൊണ്ടുപോയി നടന്നിട്ടപ്പോ ഇവിടെ സ്ട്രോങ് ന്യൂറൽ പാത്വേ ആണ്. അപ്പൊ അത് മാറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ എത്ര സ്ട്രോങ് ആണോ ഈ ന്യൂറൽ പാത്വേ എന്നതാണ്, അല്ലാതെ ഏജ് റിലേറ്റഡ് അല്ല. അപ്പോ ചില സമയങ്ങളിൽ ഇപ്പൊ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബാഡ് ഹാബിറ്റ് ആ റീസെന്റ് ആയിട്ടുള്ള സമയത്ത് വന്നു, അവര് തന്നെ തീരുമാനിച്ചു വേണ്ടാന്ന് വെച്ചു, പെട്ടെന്ന് മാറ്റാം. കാരണം എന്താ? ആ പാത്വേയുടെ ആ സ്ട്രോങ്നെസ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ഓൾറെഡി അവയർനെസ് ആയി. നമ്മളൊരു ERA ട്രെയിനർ ആകുമ്പോ നമ്മൾ ഈ ഒരു അവയർനെസ് വന്നു കഴിയുമ്പോ നമ്മുടെ യങ് ജനറേഷന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഇൻഫർമേഷൻ ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ന്യൂറൽ പാത്വേ ഫോം ചെയ്യുമ്പോൾ, ഓൾറെഡി ഞങ്ങൾക്കൊക്കെ ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് ആ പാത്വേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കരുത്. പലരും എന്താണ്, ഇപ്പൊ ചുമ്മാ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് പറയുന്നതാണ്, ഇതിപ്പോ നമ്മള് കോളേജ് ലൈഫ് അല്ലേ, ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത്തിരി നാളത്തേക്ക് നമ്മൾ ചെയ്യുന്നതാണ്, കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ ഞാൻ നിർത്തും. അല്ലെങ്കിൽ കുട്ടികളിപ്പോ ഓരോരുത്തർ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മുടെ മക്കള് അവരെല്ലാവരെയും, ഞാൻ 4 o'clock എണീക്കുന്ന 4 AM ക്ലബിൽ ഒരു മെമ്പറൊക്കെ ആയിരുന്നു. പിന്നീട് ഞാൻ അതിന്റെ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഓരോരുത്തരുടെയും സ്ലീപ്പിംഗ് റിതം ഡിഫറെന്റ് ആണ്. ആ റിതം അനുസരിച്ചാണ്
മുന്നോട്ട് പോകുന്നതാണ് അവരുടെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോ നമ്മൾ പറയും 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് ബെറ്റർ, അതൊരു ഹാബിറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ്, ഇപ്പൊ ഞങ്ങൾ കുട്ടിക്കാലല്ലേ, ഇപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവമൊക്കെ തുടങ്ങാം. ഇപ്പൊ കുട്ടികളിയല്ലേ, ഇപ്പൊ നമുക്കിപ്പൊ ഇങ്ങനെയൊക്കെ പോകാം. അപ്പൊ എന്താണ്, പക്ഷെ ആ കുട്ടികളുടെ സമയത്ത് അവർക്ക് അവിടെ ന്യൂറൽ പാത്വേ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവര് ഈ ഒരു ക്യാരക്ടർ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അവർക്ക് ഈ ഒരു സയൻസ്, അവർക്ക് ഇതിന്റെ ലോജിക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ, ആസ് എ ERA ട്രെയിനർ ഇതിന്റെ ലോജിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക്, ഇപ്പൊ എന്റെ മോളാണെങ്കിലും പറയും, ഉമ്മി 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 ആയപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ മാറിയത്, ഇപ്പൊ ഞാൻ കുട്ടിയല്ലേ, ഞാൻ കുട്ടിയാവുമ്പോ ഇപ്പൊ ഇച്ചിരി തരികിടത്തരമൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഇപ്പോ ഇങ്ങനെ പോകുന്നു, നമ്മളൊരു ന്യൂറൽ പാത്വേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലാതെ എന്റെ ഉമ്മിയുടെ പ്രായം ആവുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാം, ഇപ്പൊ ഞാൻ കുട്ടിയായതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിൽ, അത് പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു മീനിങ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളൊരു ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിള് നമ്മൾ എന്താണ്, തിങ്കൾ ടു നമ്മളെന്താ സാറ്റർഡേ വരെ നമ്മൾ രാവിലെ ഒരു കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ ഷുവർട്ടി ആയിട്ടും സൺഡേ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഇന്ന് ഹോളിഡേ, എനിക്ക് കുറച്ചു നേരം കൂടുതൽ കിടക്കണം എന്നാലോചിച്ചാലും ആ കറക്റ്റ് സമയത്ത് നമ്മൾ ചിലപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിലും നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മൾ എഴുന്നേക്കും. ഇല്ലേ, എഴുന്നേക്കില്ലേ? നമ്മുടെ ഉറക്കത്തിൽ നിന്നുള്ള കാരണം എന്താ, ഇന്ന് എവിടെയും പോണ്ടല്ലോ എന്ന് ഓർത്ത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് കിടക്കയിൽ കിടക്കുമായിരിക്കും, പക്ഷെ എന്നും എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്കും. വളരെ കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റ്. വളരെ കറക്റ്റ്. അതായത് നമ്മൾ ചിന്തിക്കും, ഓ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഫ്രീ ആണ്, ഇന്ന് ഞാൻ കുറെ നേരം കിടന്നുറങ്ങും, ഇത്രയും ദിവസം ഈ 6 ദിവസവും ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ കുറെ നേരം കയറി കിടന്ന് ഉറങ്ങും എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ കിടക്കും. പക്ഷെ നമുക്ക് ആ 6 ദിവസവും കറക്റ്റ് ഒരു ടൈമിൽ എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കിടക്കാം, എനിക്ക് ജോലിയില്ല, ഇന്ന് ഫ്രീ ആണ് എന്നൊക്കെ അറിഞ്ഞാലും ആ ആൾക്ക് അതിൽ കൂടുതൽ ടൈം ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്താ, ഓൾറെഡി അവിടെ ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്തേക്കുവാണ്. പിന്നെ അവർ ചെയ്യുന്ന ഒരേ ഒരു കണ്ടീഷൻ എന്തായിരിക്കും അറിയാവോ, അവെയറായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ഇന്ന് പോണ്ടല്ലോ, ഇന്ന് ഇച്ചിരിയോടെ കിടക്കാം എന്നുള്ള രീതിയിൽ ആ കിടക്കയിൽ കിടക്കുന്നുണ്ടാവും, പക്ഷെ എന്താണ്, അവര് ഉറങ്ങുന്നുണ്ടാവില്ല. അവരാ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ബാക്കിയുള്ള ദിവസം കാരണം എന്താണ്, ആ സമയത്ത് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചിലപ്പോൾ ഓഫീസിൽ പോകാൻ. പക്ഷെ ഞായറാഴ്ച ദിവസം പോകണ്ട, പക്ഷെ എഴുന്നേൽക്കും, എന്നിട്ട് വീണ്ടും അവിടെ കിടക്കും. കിടക്കലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ താമസിച്ചായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. അവർ താമസിച്ചാണോ ശരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്നത്? എഴുന്നേൽക്കുന്നത് സെയിം സമയത്താണ്, ബെഡിൽ നിന്ന് എണീറ്റ് പോകുന്നത് ചിലപ്പോൾ താമസിക്കുന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ ന്യൂറൽ പാത്വേയുടെ ആ ഒരു ഫോർമേഷൻ ആണ്. എന്നിട്ട് ഇതും നെക്സ്റ്റ് ന്യൂറൽ പാത്വേ ആയിട്ട് മാറും. അതായത് ഞായറാഴ്ചകളില് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ കിടക്കണം എന്നുള്ള ഒരു പുതിയൊരു ന്യൂറൽ പാത്വേയും കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഈ സംഭവം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു പുതിയ ന്യൂറൽ പാത്വേയും കൂടെ അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ പൂർണ്ണമായ അവയർനെസ് ഉണ്ടാവണം. നമ്മുടെ ഈ ന്യൂറൽ പാത്വേ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമ്മുടെ ഹാബിറ്റ് എങ്ങനെയാ വരുന്നത്, നമ്മുടെ ഇമോഷൻസ് എങ്ങനെ വരുന്നു. ഇമോഷൻസ് നമ്മുടെ നെർവസ് സിസ്റ്റമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന്, അല്ലെ, ബോഡിയും നെർവസ് സിസ്റ്റവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ബോഡി എന്താണ്, വീക്ക് ആവുമ്പോ അതനുസരിച്ച്, അല്ലെ,
നമ്മുടെ ബോഡി നല്ല ആരോഗ്യത്തിലൂടെ ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ പ്രതികരിക്കും. പക്ഷെ നമ്മുടെ ബോഡി എന്താണ്, വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ബോഡി എപ്പോ സ്ട്രോങ് ആണോ അതുപോലെ തന്നെ ബോഡിയും മൈൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. ബോഡി സ്ട്രോങ് ആണോ അപ്പോ നമുക്ക് മൈൻഡ് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റും. നമുക്ക് അസുഖമൊക്കെ വന്ന് നമ്മളൊന്ന് ഡൗൺ ആവുമ്പോൾ അതനുസരിച്ച് അത് മൈൻഡിനെയും ബാധിക്കുന്നുണ്ട്. മൈൻഡ് ബോഡിയെയും ബോഡി മൈൻഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നുണ്ട്. മൈൻഡ് ആരുടെ മൈൻഡാണോ ഒന്ന് ഡൗൺ ആവുന്നത് നോക്കിയാൽ അറിയാം അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള, അല്ലെങ്കിൽ ബോഡിയിൽ അതിന്റെ ഇത് മൈൻഡ് വീക്ക് ആയി കഴിയുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ബോഡിയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ന്യൂറൽ പാത്വേ ഉണ്ടാക്കണേന്ന്. അപ്പൊ ഈ ന്യൂറൽ പാത്വേനെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ഇത്രയും നാളത്തെ ഈ ചാപ്റ്ററുകളിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇതിന് ഏറ്റവും നല്ലത് എന്താണ്, ഈ നമ്മള് അവയർനെസ്സും കാര്യങ്ങളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ബ്രീത്ത് വർക്കാണ് ഏറ്റവും വേണ്ടത്. അതായത് നമ്മൾ ആ സ്ട്രെസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ ഒരു അവയർനെസ്, നമ്മൾക്ക് സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അവയർനെസ് ഉള്ളത് ആക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലാക്സ്ഡ് ആക്കാൻ സാധിക്കുള്ളൂ. അതിന് ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മള് എന്താണ് ഒന്ന് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രവും ചെസ്റ്റും എല്ലാം എക്സ്പാൻഡ് ആവുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം റിലാക്സ് ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ക്ലിയർ? നമ്മുടെ ഈ ന്യൂറൽ പാത്വേ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ, അതായത് നെർവസ് സിസ്റ്റത്തിന് സ്ട്രെസ് ആണോ എങ്ങനെയാണ് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അത് കാം ആണോ എന്നുള്ള കാര്യം കൊടുക്കാൻ നമ്മളുടെ ഈ ബ്രീത്തിങ് ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആയിട്ട് വെക്കാൻ ബ്രീത്തിങ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അതിന് പറ്റിയിട്ടുള്ള കുറേ ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. 4-7-8 ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, ഡീപ് ബ്രീത്തിങ്, കാം നെർവസ് സിസ്റ്റം, ഇതെല്ലാം പല ടൈപ്പ് ബ്രീത്തിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ഞാൻ പറഞ്ഞ ബ്രീത്തിങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. അതായത് 4 സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, വീണ്ടും ഉള്ളിലേക്ക് ഇടുന്നു. അതായത് എന്താ, ഇൻഹേൽ എക്സേൽ 4 ടൈംസ്, പല പല ടൈപ്പ്. അല്ലെങ്കിൽ 4-7-8. 4-7 എന്താ, 4 ഇൻഹെയില്, 7 ഹോൾഡ്, 8 എക്സെയില്. അങ്ങനെ ബ്രീത്തിങ് പല രീതിയിൽ നമുക്ക് ബ്രീത്തിങ് ഉണ്ട്. ഈ ഓരോ ടൈമിൽ ബ്രീത്ത് ചെയ്യുമ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അത് കുറച്ച് എന്താണ് നല്ല രീതിയിൽ അത് ആ ഒരു നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ ഈ ബ്രീത്തിങ് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കല്ല, ഇപ്പൊ ഇതിൽ യോഗ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും ഓരോ ടൈപ്പ് ബ്രീത്തിങ്ങും ആ ബ്രീത്തിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സും. അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ ബ്രീത്തിങ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ ഇതിൽ കുറച്ച് 3-4 ടെക്നിക്സ് കൊടുത്തു എന്നുള്ളൂ. ഇതിൽ കൂടുതലുണ്ട്, ഒരുപാട് ടൈപ്പ് ബ്രീത്തിങ് ഉണ്ട്. ഈ ബ്രീത്തിങ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കുന്നുണ്ട്. അതായത് ഓൾറെഡി നമുക്ക് പറഞ്ഞില്ലേ 86,000 കോടി ന്യൂറോൺസ് ഉണ്ട്. അത് ചിലത് നഷ്ടപ്പെട്ടു പോവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ന്യൂറോൺസിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ബ്രീത്തിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ എനർജി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിലെ ഈ ന്യൂറോൺസ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നു എന്നത് നമ്മളുടെ ലൈഫിനെ വളരെയധികം ബാധിക്കുന്നു എന്ന് പറഞ്ഞു.
ഇനി അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രീത്തിങ് ടെക്നിക്സ്. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഗ്രൗണ്ടിങ് ടെക്നിക്സ് 5 4 3 2 1 മെത്തേഡ് എന്ന് അതിനങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് അതായത് നമുക്കൊന്ന് എന്താണ് സ്ട്രെസ് ആണ് എന്ന് തോന്നുമ്പോ അത് ഈ സ്ട്രെസ് ആവുമ്പോ എന്തിനെ അതിന് ഇതാക്കും, നമ്മുടെ ന്യൂറോൺസിനെ അത് നശിപ്പിച്ച് കളയാൻ ഇതാക്കുന്നതാണ്. അതിനൊന്ന് റിലാക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നാണ് 5 4 3 2 1. അതായത് എന്താണ്, 5 വസ്തുക്കൾ കാണുക, 4 വസ്തുക്കളെ തൊടുക, 3 സൗണ്ട്സ് കേൾക്കുക. ഈ 5 4 3 2 1 മെത്തേഡ് അറിയാവുന്നവരാണോ എല്ലാവരും? അറിയില്ല. അറിയില്ല. ഓക്കെ, ഞാൻ അറിയുമെങ്കിൽ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. അതായത് ജസ്റ്റ് നിങ്ങളിപ്പോ റൂമിൽ ഇരിക്കല്ലേ, നിങ്ങൾ അവിടെ ഒരു 5 വസ്തുക്കളെ കാണുക. അതായത് ഇപ്പൊ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ഒന്നും വേണ്ട, നിങ്ങളുടെ ചിലപ്പോ ഭിത്തിയില് ചിലപ്പോ ചെറിയ കറുത്ത പാടുകൾ ഉണ്ടാവും. ഒന്നായില്ലേ? തൊട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ഒരു ടേബിളോ എന്തെങ്കിലും അങ്ങനെ ഒരു 5 സംഭവം പെട്ടെന്ന് കണ്ടേ നിങ്ങള്. വളരെ റിലാക്സ് ആയിട്ടിരുന്ന് ഒരു 5 വസ്തുക്കളെ ഒന്ന് കാണുക. സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഭിത്തിയിലുള്ള ആ ഒരു കുഞ്ഞു ഡോട്ടാണ്, ഇപ്പൊ വൈറ്റ് ഭിത്തിയിൽ ഒരു കുഞ്ഞു ഡോട്ടാണെങ്കിൽ ആ ഡോട്ട് ഒന്ന് കാണുമ്പോ അതിന്റെ ആ ഒരു നമ്മൾ ചിലപ്പോ ഭംഗിയായിട്ടായിരിക്കാം കാണാം, അല്ലെങ്കിൽ നേരെ ഭംഗി ഇല്ലായ്മയായിട്ട് കാണാം. ഒന്ന് അറിയുക, വേറെ ഒന്നും ആലോചിക്കാത്ത ഈ 5 സംഭവങ്ങളെ ഒന്ന് കാണുക. അപ്പൊ മനസ്സിലാ കാഴ്ചയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി 4 വസ്തുക്കളെ ടച്ച് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഇരിക്കുന്ന ചെയർ ഒന്ന് ടച്ച് ചെയ്യാം. ഒന്നായല്ലോ. ടേബിൾ ടച്ച് ചെയ്യാം, നിങ്ങളുടെ ബോഡി ടച്ച് ചെയ്യാം, നിങ്ങളുടെ മുടി ടച്ച് ചെയ്യാം. സംഭവം ഓരോന്ന് ടച്ച് ചെയ്യുമ്പോഴും നിങ്ങളത് ഫീൽ ചെയ്യണം. അതായത് മുടി ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും പോലെയാണോ നിങ്ങളുടെ തൊലി ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്? അല്ല. അപ്പൊ അതൊന്ന് ഫീൽ ചെയ്യുക. അതായത് കറക്റ്റ് 4 വസ്തുക്കളെ ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ. ഞാൻ ടേബിൾ ടച്ച് ചെയ്തു, അത് ഇത്തിരി ഹാർഡായിരുന്നു, ഹാർഡായ വസ്തുവാണല്ലോ. അത് ഞാൻ മൗസ് എടുത്തു, ഓ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വസ്തു. എന്റെ മുടി ടച്ച്, നല്ല സിൽക്കി മുടിയാൻ. ഒന്നും അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, അതുപോലെ നമ്മൾ തന്നെ 4 കാര്യങ്ങൾ ടച്ച് ചെയ്യുക. അപ്പൊ 4 ഡിഫറെന്റ് ടൈപ്പ് സാധനങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കയ്യിലൊരു ഫീലിംഗ് വരുമല്ലോ, ആ ഫീലിംഗ്. ഇനി 3 സൗണ്ട് കേൾക്കുക. അതായത് നമുക്കിപ്പോ വീട്ടില് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാനൊരു സൗണ്ട് ഉണ്ടാവും. നമ്മുടെ കൊതുക് അത് കൂടെ പറഞ്ഞുകൊണ്ട് ഈ കൊതുകിന്റെ ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ വെറുതെ നമ്മള് എന്താണ് കാല് നിലത്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാന്റെ സൗണ്ട് ഒന്നുണ്ടാവും. ഫാൻ ഇട്ടത് കൊണ്ട് അവിടെയുള്ള എന്താണ് തുണി അനങ്ങുമ്പോ ആ തുണിക്ക്, കർട്ടൻ മൂവ് ചെയ്യുമ്പോ അതിന് വേറൊരു സൗണ്ടാണ്. ആ ഇതെന്തിനാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അറിയുക എന്നതാണ്, അവെയർ ആവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഹിയർ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഫാന്റെ സൗണ്ട് കേൾക്കുമ്പോ, അല്ലാതെ എണ്ണി തിട്ടപ്പെടുത്തി 1 2 3 എന്ന് തിട്ടപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഫാന്റെ സൗണ്ട് കേൾക്കുമ്പോ നമ്മുടെ അവെയർനെസ് ആ ഫാന്റെ സൗണ്ടിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഫാന്റെ സൗണ്ട് കാരണം എനിക്കിവിടെ ഉള്ളത് എന്താ, കർട്ടൻ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയൊരു, വലിയ സൗണ്ട് എന്നുള്ളൊരു ചെറിയ സൗണ്ട്. പിന്നെ പുറത്തോടെ വണ്ടി പോകുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷനുള്ള, അതായത് ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അവെയർ ആവുക. ഇവിടെ എന്തൊക്കെ സൗണ്ട് ആവും, 3 സൗണ്ട് കേൾക്കണല്ലോ, ഒരു അവെയർനെസ് അവിടെ
വരുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചതെന്ന്? അതുപോലെ സ്മെല്ല്, 2 സ്മെല്ല് എന്താണ്, അതിലൊരു അവയർനെസ് കൊടുക്കുക. നമ്മൾ ചിലപ്പോ ഇങ്ങനെ മണക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ മണത്തു. ഇപ്പൊ കൈ മണക്കുമ്പോ ആ സമയത്ത് ചിലപ്പോ സ്മെല്ല് വേറെ ഒന്നായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാറ്റിന് ഇപ്പൊ എനിക്ക് രണ്ടും 2 ഫീലിംഗ് ആ വന്നത്. കൈ എടുത്ത് മണത്തപ്പോ അതില് ജസ്റ്റ് എന്താണ്, ഞാൻ യൂസ് ചെയ്ത ക്രീമിന്റെ സ്മെൽ എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു തണുത്ത ആ കാറ്റ് വന്നപ്പോ മൂക്കിൽ ആ കാറ്റിന് വേറൊരു ഇത്. പിന്നെ നമ്മുടെ എല്ലാ ടൈമിലും നമ്മുടെ വായുടെ ആ ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം അവെയർ ആവുക എന്നതാണ്. അല്ലാതെ ഇപ്പൊ കറക്റ്റ് എണ്ണി 5 ചെയ്തു, കറക്റ്റ് എണ്ണി 4 ചെയ്തു. സത്യത്തില് ഈ 5 4 3 2 1 മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റിൽ നമ്മൾ എവിടെ ഇരിക്കുന്നു, നമ്മൾ ആ പ്രസന്റിലേക്ക് വരിക. അതായത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അവെയർ ആകുമ്പോ നമ്മൾ ഓൾറെഡി വേറെ എന്തെങ്കിലും ടെൻഷനിലൊക്കെയാണ് നിന്ന് ആ കാര്യങ്ങളൊക്കെ വിട്ടില്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് നിങ്ങൾ മറന്നുപോയില്ലേ? എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ആലോചിക്കണ്ടായിരുന്നോ? ഇല്ല. അത്രയാണ് ശരിക്കും ഈ 5 4 3 2 1 മെത്തേഡ് എന്ന് പറയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തി 5 ഇത് ചെയ്യുക എന്നതല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് കാണുന്നതിലേക്കും, അതായത് നമ്മുടെ 5 സെൻസ് ഓർഗനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന് പോലും മറന്നു. അതായത് പ്രസന്റ്ലി നമ്മൾ അവെയർ ആയി. ഇങ്ങനെ പ്രസന്റ്ലി അവെയർ ആവുമ്പോൾ അത് നമ്മുടെ ന്യൂറോൺസിനെ പവർഫുൾ ആക്കാൻ, ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അത്രയാണ് അതായത് സ്റ്റേ ഇൻ പ്രസന്റ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആകുന്നു ഒക്കെ പറയില്ലേ. മൈൻഡ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ചായ കുടിച്ചാൽ ആ ഒരു സിപ്പ് പയ്യെ ചായ ആസ്വദിച്ച് കുടിക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമ്പോ നമ്മൾ ചെയറിൽ ഇരിക്കുന്നുണ്ട്, എപ്പോഴൊക്കെ ഞാൻ ചെയറിൽ ഇരിക്കുമ്പോ ചെയർ ഫീൽ ചെയ്യുന്നത് എപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മൾ ആ ചെയറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ചെയറിനെ ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക്? എന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾ ആ ചെയറിലായിരിക്കുന്നത്, ആ ചെയറിന്റെ ആ ഇരിക്കുന്ന ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ആ പ്രസന്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ഫീലിങ്സും കൊണ്ടുവരുന്നത്. അല്ലാതെ കറക്റ്റ് 5 4 3 2 1 എന്നുള്ള രീതിയിൽ അത് ചെയ്യാനല്ല. അത് ജസ്റ്റ് ഇപ്പോ ഒരു 2 സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ടച്ചോ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എണ്ണൊന്നും ചെയ്തില്ലെങ്കിലും കാര്യമില്ല. നമ്മുടെ അവയർനെസ് അതിലേക്ക് വരുമ്പോ നമ്മൾ എന്താണ്, പ്രസന്റിൽ നിൽക്കും, മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കും. അത്രയാണ് ഈ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കിന്റെ ഉദ്ദേശം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഞാനപ്പോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഓർത്താണ് 5 2 3 2 1 മെത്തേഡ് എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ പറയുമ്പോ ചില കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് എന്റെ ഒരു തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച സെയിം സംഭവം അത് റിയാലിറ്റി ആവണമെന്നില്ല. എന്റെ തോട്ടാണ്, അത് റിയാലിറ്റി ആവണമെന്നില്ല. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചില്ലേ ഈ 5 4 3 2 1 മെത്തേഡ് ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോ തന്നെ എന്ത് ചെയ്യുക, ചോദിക്കുക, പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ റിയാലിറ്റി ഒരിക്കലും നിങ്ങളുടെ റിയാലിറ്റി അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കറന്റ്ലി അവെയർ ആവുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി എല്ലാം കുറയും. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ന്യൂറോൺസിന്റെ ആ ഒരു പവർ, കാരണം ഈ ഒരു നെർവസ് സിസ്റ്റമാണ് നമ്മളെ പവർഫുൾ ആയിട്ട് നിൽക്കാൻ, നമ്മുടെ മൈൻഡിനെ പവർഫുൾ ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ചന്ദ്രകല മാം? ജയ മാം ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രസന്റിൽ വരിക എന്നതാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ നെർവ്സ് കൂടുതൽ എന്താകും, പവർഫുൾ ആയിട്ട് മാറും.
അതുപോലെ മറ്റൊന്നാണ് വേഗസ് നെർവ് ആക്ടിവേഷൻ. ഇതും നമ്മളെ നെർവസ് സിസ്റ്റത്തെ പവർഫുൾ ആക്കുന്ന മറ്റൊരു സംഭവമാണ്. ഇത് വേഗസ് നെർവ് ആക്ടിവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതറിയാൻ ചാൻസ് ഇല്ല. കറക്റ്റ് ഇല്ല. ആയിട്ട് പറയാം. ഇപ്പൊ നമ്മള് എന്താണ് സന്യാസിമാരൊക്കെ ഹമ്മിങ് സൗണ്ട് ഉണ്ടാക്കില്ലേ? ഒരു ആ ഒരു സൗണ്ടിന്റെ ശരിക്കും സയന്റിഫിക് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ വേഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നാണ്. വേഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള നെർവാണ്. ഈ നെർവ് നമ്മുടെ ഹാർട്ട്, ലങ്സ്, ഗട്ട്, ബ്രെയിൻ ഈ 4 സംഭവത്തെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നെർവാണ്. ക്ലിയർ ആയത്? നമ്മുടെ മെയിൻ പൊസിഷൻസ്, അതായത് ബ്രെയിൻ, അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ലങ്സ്, ഹാർട്ട്, ഗട്ട്. നമ്മൾ മൈൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്ന എന്താ, ഫിസിക്കൽ ഓർഗൻ അല്ല. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന എന്താ, മൈൻഡ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ബ്രെയിനാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എവിടെ പറയും, ഹാർട്ടാന്ന് പറയും, അല്ലേ? നമുക്ക് മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഓ എനിക്കത് കിട്ടണില്ല, നമ്മളപ്പോ എന്താ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമ്മൾ ബ്രെയിനാണ്. അതുപോലെ നമ്മള് എന്റെ മനസ്സിനെ അത് വല്ലാതെ വിഷമിപ്പിച്ചു, അതെവിടെ പോയി, മനസ്സ് ഹാർട്ടിന്റെ ആ ഭാഗത്ത് പോയി. അതുപോലെ നമുക്ക് ഭയങ്കര ടെൻഷൻ, ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിലെ വരുന്ന ഒരു സ്ഥലമുണ്ട്, ഗുളുഗുളു എന്നൊരു സ്ഥലമുണ്ട്. ഏതാണ്? നമ്മുടെ വയറ്, അല്ലേ? നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, ടെൻഷൻ, ആങ്സൈറ്റി വരുമ്പോ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വയറിനെ ആയിരിക്കും. അപ്പോ ഈ ഒരു 3 പൊസിഷൻസ് ആണ് നമ്മുടെ മൈൻഡ്, അതായത് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ഥലം. ഈ 3 സ്ഥലത്തൂടെ ബ്രെയിൻ, ഹാർട്ട്, ലങ്സ്, ഗട്ട് ഇതിലൂടെ പോകുന്ന ഒരു നെർവാണ് വാഗസ് നെർവ്. ഈ 3 പൊസിഷനിലെ മെയിൻ ആയിട്ട് പോകുന്ന ഈ നെർവിനെ ആക്ടിവേറ്റ് ചെയ്താൽ ഈ സംഭവം എന്തായിരിക്കും, ആക്ടിവേഷൻ ആവും. അപ്പൊ ഈ ഹമ്മിങ് സൗണ്ട് ചെയ്യുന്നത് ഈ നെർവിനെ, ഇത്രയാണ് ഉദ്ദേശമുള്ളൂ, ഈ നമ്മുടെ ബ്രെയിനെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഹമ്മിങ് സൗണ്ട്. അതാണ് സന്യാസിമാരൊക്കെ ഈ ഹമ്മിങ് സൗണ്ട് അവർക്ക് വന്നതിന്റെ, അല്ലെങ്കിൽ ഓങ്കാരം, ഇതിന്റെയൊക്കെ ഉദ്ദേശം, ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കാമാകുക എന്നാണല്ലോ ഉദ്ദേശം. അപ്പൊ ഈ ഒരു സൗണ്ട് വരുമ്പോ ഈ നെർവ് ആക്റ്റീവ് ആയിട്ട് കാമാകാൻ സാധിക്കും. ക്ലിയർ ആയോ? ഫസ്റ്റ് വേഗസ് നെർവ് എന്താന്ന് ക്ലിയർ ആയല്ലോ. ഈ വേഗസ് നെർവ് കാമാക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ബ്രെയിനിനെ, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയല്ലോ? ശ്ലേഖ മാം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണ്. വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെയും ഹാർട്ടിനെയും ഗട്ടിനെയും ലങ്സ് ഇങ്ങനെ കറക്റ്റ് പോകുന്ന ഒരു നെർവാണ്. ഈ നെർവിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബ്രെയിനിനെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഈ നെർവ് ആക്റ്റീവ് ആവുമ്പോ നെർവസ് സിസ്റ്റം കാം ആകും. ഈ നെർവസ് സിസ്റ്റം കാം ആകാൻ വേണ്ടിയിട്ടാണ് അവര് ഹമ്മിങ് സൗണ്ട് കേൾപ്പിക്കുന്നത്. ഈ വേഗസ് നെർവിനെ ആക്റ്റീവ് ആക്കി കാം ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ഈ നെർവിനെ ആക്റ്റീവ് ആക്കാൻ പറ്റിയ ഈ നെർവ് ഇത്രയും 3 സ്ഥലത്തൂടെ മാത്രമല്ല, അതിന്റെ ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോ നമ്മുടെ കോൾഡ് വാട്ടർ, നമ്മൾ തണുത്ത വെള്ളം മുഖത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് സാധാരണ എന്താണ്, നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ഒന്ന് മുഖം കഴുകിയാൽ ഫ്രഷ് ആവും എന്ന് പറയില്ലേ? അവിടെ സംഭവിക്കുന്നതും ഈ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ആകും. നമ്മൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി, ഒന്ന് മുഖം കഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുഖം കഴുകാറുണ്ട്. അവിടെ ചെയ്യുന്ന ശരിക്കുമുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ വേണ്ടി ഈ വേഗസ് നെർവിനെ ആക്റ്റീവ് ആക്കുക ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തണുത്ത ഐസ് കട്ട വെക്കുക, പിന്നെ വായില് വെള്ളം ഗാർഗിള് ചെയ്യുക, അത് മാത്രല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്ത് ഈ ഒരു ഭാഗത്ത് ജെർക്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വേഗസ് നെർവിനെ, കാരണം ആ പോകുന്ന ആ നെർവിന്റെ പാത്തിനെ ആ ഒരു ജെർക്കിങ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആക്റ്റീവായി, വേഗസ് നെർവ് ആക്റ്റീവായിട്ട് കാമാവാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ലങ്സിന്റെ ഈ ഒരു ഭാഗത്തോടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രീത്തിങ് വരുമ്പോൾ
പെട്ടെന്ന് ഈ വാഗസ് നെർവിനെ ആക്റ്റീവ് ആക്കുന്ന ഉണ്ട്. നമ്മൾ വായില് നമ്മൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരു സൈസ് എന്താ ഗാർഗിൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഈ ഗാർഗിൾ ചെയ്യുമ്പോഴൊക്കെ ഈ വാഗസ് നെർവ് ആക്റ്റീവ് ആകുന്നുണ്ട്. വാഗസ് നെർവ് ആക്റ്റീവ് ആവുന്നതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായിട്ട് മാറും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹമ്മിങ് ഇപ്പൊ ഇതാണ് ജസ്റ്റ് ഞാനൊരു ഇതുപോലെ കൊടുത്തു എന്നുള്ളൂ. ബ്രെയിൻ, ഹാർട്ട്, ഗട്ട്. അപ്പൊ ആ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ ഇത് പോകുന്ന വഴിക്ക് തന്നെയാണ് ലങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഈ 3 സ്ഥലമാണ് നമ്മൾ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ശരിക്കും ബ്രെയിനും ഹാർട്ടും ഗട്ടുമാണ്. അപ്പൊ ആ ഒരു ആക്ടിവേഷൻ വരുന്നത് കൊണ്ടാണ് ഈ ഹമ്മിങ് സൗണ്ട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അല്ലേ ഈ ഇങ്ങനെ സൗണ്ട് ഈ നമ്മള് സന്യാസിമാർ ഈ ഹമ്മിങ് സൗണ്ട് ഉണ്ടാക്കുന്നിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ പോലും ഓൾറെഡി അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോലും ഒരു കാംനെസ് ഫീൽ ചെയ്യാറില്ലേ? സ്വാഭാവികമായിട്ടും നമുക്കൊരു കാംനെസ് ഫീൽ ചെയ്യും. അതെന്താണ്? അത് നമ്മുടെ ഈ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് പോകുന്ന അതിന്റെ ഒരു ബ്രാഞ്ച് ഉള്ളതാണ് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡ്. ഇത് ഏറ്റവും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗമാണ്. അത് മാത്രമല്ല നമ്മളുടെ സെക്സിന്റെ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല മെത്തേഡ് കൂടിയാണ്. അതായത് ടെൻഷൻ ഉള്ളവരുടെ ബാക്കിൽ വളരെ ജെന്റിലായിട്ട് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡ് വളരെ സ്മൂത്ത് ആയിട്ട് തടകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മൾ സ്വന്തമല്ലാതെ മറ്റൊരാൾ ചെയ്തു തരുവാണെങ്കിൽ ജെന്റിൽ ടച്ച് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് ഈ വാഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക. പുറകിൽ ഒരാള് വളരെ ഇതായിട്ട് തുടക്കത്തിൽ അത് ഫീൽ ചെയ്യില്ല, പക്ഷെ ഇങ്ങനെ പയ്യെ ജെന്റിലായിട്ട് കുറച്ചു നേരം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് റിലാക്സ് ആയി ലാസ്റ്റ് എന്ത് ചെയ്യും? ആൾ ഉറങ്ങിപ്പോകുന്ന മീൻസ് അത്രയും റിലാക്സ്ഡ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് റിലാക്സേഷൻ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളരെ ഇതായിട്ടല്ല, ഹാർഷായിട്ടല്ല, വളരെ ജെന്റിലായിട്ട് നമ്മുടെ ചെവിയുടെ ആ ഒരു ബാക്ക് സൈഡിൽ പയ്യെ ടച്ച് ചെയ്യുക. അതായത് സ്മൂത്ത് ആയിട്ട് ടച്ച് ഉണ്ടോ, അതായത് ഒരു തൂവല് വെച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലേ. കണ്ണടച്ചിട്ട് പയ്യെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റിലാക്സ് ആകുന്ന ഒരു ഇതാണ്. അത് സംഭവം ഇത്രേ ഉള്ളൂ. വാഗസ് നെർവ് ആക്റ്റീവ് ആകുന്നു. വാഗസ് നെർവ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആകും. ഇത്രയാണ് അതിൽ വരുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ അത് വേഗസ് നെർവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിപ്പോ പറയുന്നത്, അന്ന് നമ്മൾ സംസാരിച്ചത് എന്തായിരുന്നു? നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂറോൺസിനെ എന്താണ് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ടെക്നിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഗ്രൗണ്ടിങ് ടെക്നിക്സ് പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞത് ഗ്രൗണ്ടിങ് ടെക്നിക്സിന് മുമ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അയ്യോ വിട്ടുപോലോ. ബ്രീത്ത് വർക്ക് ആണോ? ആ അത് പറഞ്ഞു. അതിന് ആക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഗ്രൗണ്ടിങ് ടെക്നിക്സ് പറഞ്ഞു. ദെൻ വാഗസ് നെർവ് ആക്ടിവേഷൻ പറഞ്ഞു. ഇനി അതുപോലുള്ള മറ്റൊരു സംഭവമാണ് സൊമാറ്റിക് റിലീസ്. അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പവർഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ എന്താണ് നമ്മൾ ലൈഫിൽ ചെയ്യുന്നത് കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ കൈയും കാലും ഷെയ്ക്ക് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, എന്താ നമ്മുടെ സ്ട്രെസ് നമ്മൾ തന്നെ റിലീസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമുക്ക് ആക്റ്റീവായിട്ട് നിർത്താൻ സാധിക്കും. അതുപോലെ മറ്റു ഇതാണ് എന്താണ് ഫിസിയോളജിക്കൽ സൈൻ. അതായത് നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ യൂസ് ചെയ്യാവുന്ന മറ്റൊരു ബ്രീത്തിങ് ടെക്നിക്ക് പോലുള്ള സംഭവം തന്നെയാണ് ഇത്. ഫിസിയോളജിക്കൽ സൈ എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ്.
അതായത് ഇൻഹെയിൽ ത്രൂ നോസ്, ഇൻഹെയിൽ ത്രൂ നോസ് അഗെയിൻ, അത് കഴിഞ്ഞിട്ട് എക്സെയിൽ ത്രൂ മൗത്ത്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഊതാറില്ലേ ഉള്ളതല്ലേ. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കില്ല. ബട്ട് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനു മാം അതൊന്ന് വേണ്ടിയിട്ടാണ്? കാണിക്കാവോ ഒന്നും കൂടെ? നമ്മൾ ഇത്രേ ഉള്ളൂ. ഇത് നമ്മളിത് അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ വെറുതെ. 2 ഇത് പ്രാവശ്യം അറിഞ്ഞിട്ട് ബ്രീത് ചെയ്യുക, 2 ആ പ്രാവശ്യം എക്സൈല് പിന്നെ ഇൻഹേൽ ത്രൂ വായിക്കൂടെ നോസ് ഉള്ളൂ. അഗെയിൻ. ടയേർഡ് അതായത് ടയേർഡ് ആവുമ്പോഴൊക്കെ ഇങ്ങനെ. നമ്മൾ ടയേർഡ് ആവുമ്പോ ഇപ്പൊ ഇത് ടയേർഡ് ആവുമ്പോ നമ്മൾ ശരിക്കും നെർവസ് സിസ്റ്റത്തെ കാം ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടല്ല, അല്ലെ? നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്ന് എഴുതി നമ്മൾ ബോറിങ് ആവുമ്പോ നമ്മൾ ചെയ്യുന്നതാ. ഷെയ്ക്ക് ചെയ്യുക, ഒന്ന് ഇതാക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ലൈഫില്. പക്ഷെ നമ്മൾ അതിന്റെ സയൻസ് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നതെന്നുള്ളൂ. അതെ അതെ. ഈ പറഞ്ഞ സംഭവമൊക്കെ നമ്മള് എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോ നമ്മൾ ചില സമയത്ത് ഇല്ലേ, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കാറുണ്ട്. ഇതിന്റെ സയൻസ് ഒന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് സങ്കടമൊക്കെ വരുമ്പോ നമ്മൾ എന്താണ്, നമ്മളെ തന്നെ ഒന്ന് പറയുന്ന ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പിടിക്കുന്നതിന് പറയുന്ന പേരാണ് ബട്ടർഫ്ലൈ ഹഗ്. ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന, ഒരു വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത ഇതെല്ലാം നമ്മൾ ഇതിന്റെ സയൻസ് അറിഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷെ ഇതൊന്നും അറിയാതെ കുഞ്ഞു കുട്ടികൾ വരെ കുറെ നേരം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിമൽ സാറൊക്കെ ഒരുപാട് നോട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ പേന താഴെ വെച്ചിട്ട് ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്നുണ്ടാവും. കുട്ടികൾ ഇതിന്റെ വല്ല ടെക്നിക്സ് പറഞ്ഞിട്ടാണോ? ഇല്ല. അവര് ഈ നോട്ട് എഴുതി എഴുതി അവരുടെ നെർവസ് സിസ്റ്റത്തിൽ എന്ത് പറ്റിയിട്ടുണ്ട്? ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ കാമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പിള്ളേര് പോലും അത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സയൻസ് അറിഞ്ഞിട്ടല്ല. ലൈഫിൽ നമ്മൾ ചുമ്മാ നമ്മൾ ചെയ്യുന്നു. എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ഇതിന്റെ ശരിക്കുമുള്ള സയൻസ് ഇതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ഇമോഷണൽ റിയലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റിട്ടേൺ ടു കാം സ്റ്റേറ്റ്, ബാലൻസ് മൈൻഡ് ആൻഡ് ബോഡി, റെസ്പോണ്ട്, ഡോണ്ട് റിയാക്ട്. നമ്മൾ ഇത്രയും നാളും ഇമോഷണൽ റിയലൈൻമെന്റിലേക്കാണ് വരേണ്ടത് എന്ന് കരുതി നമ്മൾ ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് വന്നു, അല്ലെ? അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമായിട്ട് വെക്കുക. ആ നെർവസ് സിസ്റ്റത്തിന് നമ്മള് ഈ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ്, നമ്മുടെ ഈ പറഞ്ഞ ഹാബിറ്റുകൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ പോയി നമ്മൾ കാമായിട്ട് വരുമ്പോൾ നമുക്ക് ഇമോഷണൽ റിയലൈൻമെന്റ്, നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്ന, ഇന്ന് കിട്ടും നാളെ കിട്ടും നാളത്തെ കഴിഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന സംഭവം ഇപ്പോ നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്, അല്ലേ? നമ്മൾ ജയമാമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയല്ലേ ജയമാം? നാളെ വരുമായിരിക്കും, നാളത്തെ കഴിഞ്ഞ് വരും, ക്ലാസ് ഒക്കെ തീരുമ്പോ ഒക്കെ ആകും എന്ന് പറഞ്ഞൊരു ma'am. കാലം ഉണ്ടായിരുന്നില്ലേ? Yes. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയില്ലേ? Yes. അന്ന് ജയാമാം, ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ ജയാമാമിന്റെ ബാക്കിലാ തുടങ്ങിയത്. എനിക്ക് പോസ് ചെയ്തിട്ട് അല്ല റിയാക്ട് ചെയ്യണ്ടെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അറിയാണ്ടായി പോവാ. അത് നടക്കുവോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താണ്, ആ ന്യൂറൽ പാത്വേനെ നമ്മൾ കോൺഷ്യസ്ലി ചേഞ്ച് ചെയ്ത് മാറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ്, നമുക്ക് ഇമോഷണൽ റിയലൈൻമെന്റിലേക്ക് വരാൻ, അത് ആ കോൺഷ്യസ്ലി കുറച്ച് പ്രാവശ്യം ചെയ്ത് നമ്മുടെ എത്രത്തോളം സ്ട്രോങ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്ര പ്രാവശ്യം അത് കോൺഷ്യസ്ലി ചെയ്യണം എന്നുള്ളത്. ആ ന്യൂറൽ പാത്വേനെ നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നടക്കും, നമ്മുടെ ബ്രെയിനില് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താണ്, ആ മൈൻഡിനെ നമ്മുടെ കയ്യിലെടുക്കണം. അല്ലാതെ നമ്മൾ അതിനെ നമ്മുടെ മൈൻഡിനെ നമ്മളെ വരച്ച വരയിൽ കൊണ്ടുവരല്ല ചെയ്യുന്നത്. നമ്മള് ആ മെത്തേഡില് ഈ ഒരു ഫോളോ ചെയ്ത് വരുമ്പോ കോൺഷ്യസ്ലി
ചെയ്യാതെ അൺകോൺഷ്യസ്ലി ആയി നമ്മൾ മാറും. അതായത് നമ്മുടെ മൈൻഡും ബോഡിയും ബാലൻസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും റിയാക്ട് ചെയ്യേണ്ട വരില്ല. നമ്മുടെ ഇമോഷൻസ് റീഅലൈൻഡ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് പറ്റും? ട്രാൻസ്ഫോർമേഷൻ വരും. നമുക്ക് ഫോക്കസ് കൂടും. കാരണം നമ്മുടെ ന്യൂറൽ പാത്വേ കറക്റ്റ് ആക്കി നമ്മൾ മാറ്റി. ബൈ പ്രാക്ടീസ് നമ്മൾ ന്യൂറൽ പാത്വേ കറക്റ്റ് ആക്കി മാറ്റി കഴിയുമ്പോൾ അതുപോലെ എന്താണ് ഈ ന്യൂറോൺസിന് എനർജി കൊടുക്കാനുള്ള, അതുപോലെ ഇത്ര കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഫുഡ് അതും ഇതിനെ നന്നായിട്ട് അത് ഞാൻ ഇതിൽ പറഞ്ഞില്ല എന്നുള്ളൂ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്, അതായത് നമ്മുടെ ന്യൂറോൺസിനെ കാമാക്കുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. ആ ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യും. വിറ്റാമിൻ ഡി കൂടുതൽ യൂസ് ചെയ്യും. വിറ്റാമിൻ ഡി അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോൺസിന് എനർജി കൂടും. അതുപോലെ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ബ്ലൂബെറി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോൺസിന്റെ പവർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്, ന്യൂറോൺസ് എനർജറ്റിക് ആയി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് കാമായിട്ട് മാറും. നമ്മുടെ മൈൻഡ് കാമായി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് അലൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ ഇമോഷൻസ് ഒക്കെ അലൈൻ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുവാണ് ചെയ്യുന്നത്. നമുക്ക് ബെറ്റർ ഫോക്കസ് ഉണ്ടാവും. നമ്മൾ എന്താണ്, ഇമോഷണലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്വാഭാവികമായിട്ട് എന്താവും, ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. നമുക്ക് കോൺഫിഡൻസ് കൂടും. നമ്മുടെ ലൈഫ് തന്നെ, നമ്മുടെ ഹാബിറ്റ് എല്ലാത്തിലും വ്യത്യാസങ്ങൾ മാറും. നമ്മൾ നല്ല രീതിയിൽ സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോൺസിന് കൂടുതൽ പവർഫുൾ ആവാൻ സ്ലീപ്പ്, ഹൈഡ്രേഷൻ, സൺലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ വിറ്റാമിൻ ഡി ന്യൂറോൺസിനെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആക്കുന്ന സാധനമാണ്. അത് വിറ്റാമിൻ ഡി അടങ്ങിയ ഫുഡ് മാത്രമല്ല, സൺലൈറ്റിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം പവർഫുൾ ആയി കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ ടൈമും കാര്യങ്ങളും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്കും എല്ലാം നമ്മുടെ ലൈഫിലും ഡെയിലി ഹാബിറ്റ് മാറുന്നു, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നു. മൊത്തത്തില് നമ്മുടെ മൈൻഡ് സെറ്റ്, അപ്ഗ്രേഡ് മൈൻഡ് സെറ്റ് ടുഡേ, ഇന്ന് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരുത്തുക. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കുമ്പോൾ ക്ലിയർ മൈൻഡ് ആവുന്നു. ഈ ക്ലിയർ മൈൻഡ് ആവുമ്പോൾ അതൊരു ബെറ്റർ ലൈഫിലേക്ക് മാറുന്നു. ഒരിക്കലും നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യല്ല ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ അവിടേക്ക് എന്താണ്, ഫസ്റ്റ് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യാനല്ല, വിട്ടുകൊടുക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. കൺട്രോളിങ് അല്ല വേണ്ടേ, അലൈൻ ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. അപ്പോ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ അലൈൻ ചെയ്ത് നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി വരുത്തി നമ്മുടെ ന്യൂറൽ പാത്വേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബെറ്റർ ലൈഫ്, ഹാപ്പി ആയിട്ട്. അപ്പോ ഈ ന്യൂറൽ പാത്വേ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ആക്കി കഴിയുമ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നല്ല. അവർക്ക് പ്രശ്നങ്ങൾ വരും, സ്ട്രഗിൾസ് വരും, ബാക്കിയുള്ള എല്ലാ ഇഷ്യൂസും വരും. പക്ഷെ ഈ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും നമ്മുടെ ന്യൂറൽ പാത്വേ കറക്റ്റ് വേയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് പോസ് ചെയ്ത് റെസ്പോൺസ് മതി, റിയാക്ട് വേണ്ട എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ്. ഡ്രൈവിങ് എത്ര ഫാസ്റ്റ് 80-ൽ പോകുമ്പോഴും ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പവർഫുൾ ഡ്രൈവർ ആണെങ്കിൽ ദേഷ്യപ്പെടുകയല്ല ചെയ്യുന്നത്. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട്, അവർക്ക് ദേഷ്യമല്ലായിരിക്കും തോന്നുന്നത്,
കറക്റ്റ് ടൈമിൽ ആ ബ്രേക്ക് അവിടെ അമർത്തിയിട്ടുണ്ടാവും. അവിടെ ദേഷ്യപ്പെടലല്ല നമുക്ക് വരുന്നത്. പകരം നമ്മള് എന്താണ് നേരെ തിരിച്ചാണെങ്കിൽ, പവർഫുൾ ആയിട്ടുള്ള ആളല്ലെങ്കിൽ കറക്റ്റ് ടൈം നമ്മൾ 80 പോകും. പോണ സമയത്ത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടാണ്ട് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ ഇടിയും ബഹളവും ഒച്ചപ്പാടും ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടാവും. മറ്റത് എന്തായിരിക്കും, ആ 80 പോകുമ്പോഴും ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് കറക്റ്റ് ചവിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂ വന്നപ്പോ ആള് ശ്രദ്ധിക്കാണ്ട്, നമ്മൾ അപ്പോഴും കാമായിട്ടായിരിക്കും പറഞ്ഞ, ആള് ശ്രദ്ധിക്കാണ്ട് ഇങ്ങോട്ട് കയറി വന്നു, ഞാൻ ശ്രദ്ധിച്ചു, സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റി, താങ്ക് ഗോഡ്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് ആയി. ഓ ഈ ഒരു റീഅലൈൻമെന്റിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും ഒരു സന്തോഷം, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു റീഅലൈൻമെന്റിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോ? ജയ മാം എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാ. ജയ മാം, ചന്ദ്രകല മാം. കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് മാം. എനിക്ക് പക്ഷെ അത്ര എളുപ്പം അങ്ങ് മാറുന്നില്ല. ഞാൻ കുറേശ്ശെ മാറുന്നുള്ളൂ. ഇനിയിപ്പോ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം കുറച്ചൊരു വ്യത്യാസം വരുമായിരിക്കും. ഓക്കെ. ഞാൻ ആദ്യം ഇതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഗിയർ നോക്കി എന്താണ് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, ഇത്ര ഇതിൽ പോകുമ്പോ ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഇത്രയും ക്ലാസ് കേട്ട് നമ്മൾ അവെയർ ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ ന്യൂറൽ പാത്വേ ചേഞ്ച് ചെയ്യുമ്പോഴാണ്, കോൺഷ്യസ്ലി ന്യൂറൽ പാത്വേ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ്, എത്ര ഫാസ്റ്റിൽ പോയി ഇവിടെ എത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആസ് എ ഡ്രൈവർ നമുക്ക് ബ്രേക്ക് ഔട്ടാനും മാറ്റവും വരുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ചേഞ്ച് ആവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ക്ലാസ് ഇത്രയും ദിവസം ചെയ്തപ്പോഴത്തേക്കും ഇല്ലേ, നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ, ഗിയർ മാറ്റി ക്ലച്ചിട്ട് പോകാൻ പറ്റിയ ഒരു ഡ്രൈവറായി മാറിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ എങ്ങോട്ടേ കൊടുക്കണം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ്, എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ ചെന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ പാത്വേ എങ്ങനെ, ന്യൂറൽ പാത്വേ സ്ട്രോങ് ആണെങ്കിൽ അത് ചേഞ്ച് ആവണമെങ്കിൽ ടൈം എടുക്കും. ന്യൂറൽ പാത്വേ സ്ട്രോങ് അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറും. അപ്പൊ ഇതുപോലെ നമുക്ക് ആസ് എ ERA ട്രെയിനർ നമുക്ക് ഇപ്പോ തന്നെ നമ്മുടെ കുട്ടികളെ, മറ്റുള്ളവരെ ഒരു റോങ് ന്യൂറൽ പാത്വേ ഉണ്ടായ ശേഷം അത് ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ന്യൂ ജനറേഷന് പറഞ്ഞു കൊടുത്ത് അവരെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോ ഈ നെർവസ് സിസ്റ്റം എന്ന ഈ ഒരു കുറച്ച്, അതായത് നമ്മുടെ ERAയിലെ ഒരു മെയിൻ ടോപ്പിക് ആയിരുന്നു. ആ മെയിൻ ടോപ്പിക്കിൽ കൂടുതൽ വന്നത് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഇന്ന് വരെയുള്ള ഓരോ ചാപ്റ്ററിലെയും ചെറിയ ചെറിയ കണ്ടന്റുകൾ കയറി വന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോ അതിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്ന് ഇത്തിരി താമസിച്ചാൽ തുടങ്ങിയത്, ഇത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഇത്ര ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് വളരെ ക്ലിയർ ആയി, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എനി ഡൗട്ട്? എന്നാ നമുക്ക് ഓവർ ടു യു അനിൽ സർ. താങ്ക് യു ഷബാസ് മാം. വളരെ നിമൽ സാർ പറഞ്ഞ പോലെ തന്നെ അല്പം എന്താണ് ഇമോഷണൽ റിയലൈൻമെന്റ് എന്നുള്ളത് അറിഞ്ഞ ഒരു ദിവസമാണല്ലേ. നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, റിട്ടേൺ ടു കാം സ്റ്റേറ്റ്, ആ റിലേഷൻഷിപ്പിലേക്ക് വരിക, നമ്മുടെ ബോഡി മൈൻഡിനെ കുറിച്ച് അറിയുക, റെസ്പോണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ. ഇന്ന്
നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. നെർവസ് സിസ്റ്റം ഒരു ഫാസിനേറ്റിംഗ് സംഭവമാണ്. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി കാര്യങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ നമ്മൾ നടക്കുക അല്ലെങ്കിൽ കാണുക, ഇതൊക്കെ നമുക്ക് വോളണ്ടറി ആണ്. പക്ഷെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഡൈജസ്റ്റിംഗ്, ഇതൊന്നും നമ്മുടെ അങ്ങനെ വല്ലാത്തൊരു സംഭവമല്ല, ഇൻവോളണ്ടറി ആണ്. അപ്പൊ ഇതൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചു. വളരെ മനോഹരമായ ഒരു സെഷൻ. അപ്പം സംശയങ്ങൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ ഒരുപാട് പേര് ഇനി കാണുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് നമ്മുടെ ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പെട്ടെന്നൊരു 4 അഫർമേഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. ഒന്ന്, ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്ത് നമ്മുടെ ബ്രീത്തിങ് നെർവസ് സിസ്റ്റമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ബ്രെയിൻ, ഹാർട്ട്, ഗട്ട്, ഇതൊക്കെ ആയിട്ടുള്ള ആ നെർവിനെയൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ സ്ട്രെസ് മാറ്റുന്നത്, കൊച്ചുകുട്ടികൾ പോലും സ്ട്രെസ് മാറ്റുന്ന ടെക്നിക്ക് അവരൊന്നും അറിഞ്ഞോ അറിയാതെ എന്നല്ല, അറിയാതെ ചെയ്യുന്നതാണ്. അതെല്ലാം നമുക്ക് വളരെ ഇന്ന് നടന്ന ഓരോ സംഭവങ്ങൾ, ഞാൻ ഈ ക്ലാസ്സിന് വരുന്നുമ്പ് ഉള്ള ഞാനും ഇത്രയും സമയം ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ആ വ്യത്യാസത്തെ ഒരു പുഞ്ചിരിയോടുകൂടി നമുക്കിങ്ങനെ വെൽക്കം ചെയ്യാം. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ എൻ്റെ ആ ഇമോഷൻസിനെ ഒന്ന് റീഅലൈൻ ചെയ്തു. റിട്ടേൺ ടു കാം സ്റ്റേറ്റ്. ആ ബോഡി മൈൻഡ് റെസ്പോണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ, ബെറ്റർ റിലേഷൻഷിപ്പ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, കോൺഫിഡൻസ്, ഇതെല്ലാം എന്നിലേക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സർവശക്തന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ഒരു ദൈവിക ഊർജം എന്നിലേക്ക് ഇങ്ങനെ വരുന്നു. അതെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് തന്നെ സ്വീകരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഐ അക്സെപ്റ്റ് മൈസെൽഫ് എക്സാക്ട്ലി ആസ് ഐ ആം. ഐ റെസ്പെക്ട് മൈസെൽഫ്. I respect myself. I love and embrace all of me. I love and embrace all of me. I am radiant. I am radiant. I am beautiful. I am confident. Repeat. നമ്മുടെ നെർവസ് സിസ്റ്റം അത് കോപ്പി ചെയ്യും. I am confident. I believe in myself. ാണ്. ഐ ആം യുണീക്ക്. ഐ ആം യുണീക്ക്. കണ്ണുകൾ ചിമ്മി തുറന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പുഞ്ചിരിയോടുകൂടി ഇന്നത്തെ ഈ അറിവും അനുഭവങ്ങളും ഈ ക്ലാസ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തുറക്കാം. അപ്പോൾ താങ്ക്സ് ടു ഷബാസ്മ, താങ്ക്സ് ടു ഓൾ പാർട്ടിസിപ്പൻസ്. നമുക്ക് നാളെ 8 മണിക്ക് തന്നെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഓൾ ഈസ് വെൽ, ഓൾ ആർ ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you, Sabasman. Thank you, sir. Thank you.